പ്രിലിംസ് ആൻസർ കീ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു കട്ട് ഓഫ് എത്രയാണ്, നമ്മളുടെ ഒരു കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നത്തെ പ്രിലിം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്ന ഒരു സമയമാണ്. കുറെ ആളുകൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, ഇനിയിപ്പോ റിസൾട്ട് എങ്ങനെ വരും. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടൊന്നും കാര്യമില്ല. പൊതുവെ എക്സാം ടഫാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് പലരും മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അബ്സല്യൂട്ടിന്റെ ടീം ആൻസർ കീ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 100 ചോദ്യങ്ങൾ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. വന്ന ചോദ്യങ്ങൾ. വലിയ സന്തോഷമുള്ള ഒരു കാര്യം, അബ്സല്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിന്ന് 52ഓളം ചോദ്യങ്ങൾ ആ ഏരിയാസിൽ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അബ്സല്യൂട്ടിലെ കോച്ചിങ് കൃത്യമായ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ആൻസർ കീയിലേക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് എ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ എ ആണ്. ബുക്ക്ലെറ്റ് നമ്പർ, ടെസ്റ്റ് സീരീസ് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റ് ഏതാണ് എന്ന് നോക്കുക. ഞാൻ 4 ബുക്ക്ലെറ്റിന്റെയും ആൻസേഴ്സ് ഇവിടെ വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതില് നിങ്ങളുടെ ആൻസർ ഏതാണ് എന്നുള്ളത് പാരലി ഇവാലുവേറ്റ് ചെയ്തു പോകാം. ഒരേ സമയം ഒരു സ്ക്രീനെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 4 നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നോക്കാം. ടെസ്റ്റ് സീരീസ് 1ന്റെ ഉത്തരം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ചോദ്യങ്ങൾ ഒരുപാട് വന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. പക്ഷെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുറെ ആളുകൾക്ക് പറ്റിയൊരു അബദ്ധം, അവര് ഈ വിഷനും ഇൻസൈറ്റിന്റെ ഒക്കെ കണ്ടന്റ് വായിക്കാം. ഞാൻ കുട്ടികളോട് എപ്പോഴും എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പത്രം വായിക്കണം. പത്രം വായിച്ചു കിട്ടുന്ന ഒരു അറിവിനോളം വരില്ല മറ്റൊരു അറിവും എന്ന് പറയുമ്പോഴും പല കുട്ടികളും ചെയ്യുന്ന എന്താണ്, അവരെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, അവര് ട്രഡീഷണൽ മെറ്റീരിയലിൽ നിന്ന് വരും. UPSC അറിയപ്പെടുന്നത് തന്നെ അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഈ അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു ക്യൂരിയോസിറ്റി, സീക്രട്ട് UPSC ഉറപ്പിച്ചിരിക്കും. അപ്പോൾ പത്രം വായിച്ച് പോകുന്ന വിദ്യാർത്ഥികൾ, പിന്നെ പോപ്പുലർ കണ്ടന്റിൽ നിന്ന് UPSC സാധാരണമായ ചോദ്യം ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷന്റെ ഇൻസൈറ്റിന്റെ ഒക്കെ കണ്ടന്റ് മാത്രം പഠിച്ച ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അല്ലാത്തവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആധാർ metadata cannot be stored for more than 3 months. Option 1. Option 2. State cannot enter into any contact with the private corporations for sharing of Aadhaar data. Option 3. Aadhaar is mandatory for obtaining insurance products. Option 4. Aadhaar is mandatory for getting benefits funded out of the Consolidated Fund of India. Which of the statements given above are correct എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ബുക്ക്ലെറ്റ് നമ്പർ എ ആണ്. എയിൽ ബി ആണ്. ബുക്ക്ലെറ്റ് നമ്പർ ഡി ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ബുക്ക്ലെറ്റ് നമ്പർ ബി ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബുക്ക്ലെറ്റ് നമ്പർ സി ആണ് കയ്യിലുള്ളതെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതുപോലെ ബുക്ക്ലെറ്റ് നമ്പർ ഡി ആണ് കയ്യിലുള്ളതെങ്കിൽ ചോദ്യം മാറാം. ഞാൻ ആ ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം ആയിരിക്കില്ല അവിടെ വരുന്നത്. ഞാൻ പക്ഷെ ആൻസറോടെ പറഞ്ഞു പോവുകയാണ്. കാര്യം എനിക്ക് ഓരോ ബുക്ക്ലെറ്റിലെയും കാര്യം ക്വസ്റ്റ്യന്റെ പാറ്റേണിലും വ്യത്യാസം വരാമല്ലോ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ഏതാണ് എങ്കിലും ഡി ആണ് ബുക്ക്ലെറ്റ് എങ്കിൽ ബി ആണ്. അപ്പോൾ എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബുക്ക്ലെറ്റ് നമ്പർ എ ആണ്. എയിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതിന്റെ ഉത്തരം ബി ആണ്. ബി എന്ന് വെച്ചാൽ ഏതാണ്? 2 and 4 only. State cannot enter into any contract with the private corporations for sharing Aadhaar data. അത് ശരിയാണ്. ബിയിൽ പറയുന്നു 2 and 4. 4 എന്താ? Aadhaar is mandatory for getting benefits funded out of the Consolidated Fund of India.
ഈ ഇൻഷുറൻസ് ഒന്നും വാങ്ങാൻ നമുക്ക് ആധാർ നിർബന്ധമില്ല. നമുക്കൊരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താലും അത് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ആധാർ മെറ്റാഡാറ്റ കനോട്ട് ബി സ്റ്റോർഡ് ഫോർ മോർ ദാൻ 3 months എന്നുള്ളതും ഒരിക്കലും ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ അല്ല. അപ്പൊ ഒരു ലോജിക്കൽ തിങ്കിങ് വഴി തന്നെ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഒരു ചോദ്യം, രാജ്യസഭ ഹാസ് ഈക്വൽ പവേഴ്സ് വിത്ത് ലോക്സഭ ഇൻ എന്നുള്ളതാണ് ചോദ്യം. രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഈക്വൽ പവർ ഉണ്ട്. നമുക്ക് പൊളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ പുസ്തകത്തിലൊക്കെ ഉള്ള കണ്ടന്റ് തന്നെയാണ്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാം. Option A, the matter of creating new All India services. Option B, amending the constitution. Option C, the removal of the government. Option D, making cut motions. ഇതിന്റെ ഉത്തരം 2B ആണ് ഉത്തരം. Amending the constitution. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് B ആണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരീസ് ബി ആണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സി ആണെങ്കിൽ ഉത്തരം ബി ആണ്, ഡി ആണെങ്കിൽ ഉത്തരം എ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് പൊളിറ്റിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലെ. പൊളിറ്റിയിൽ നിന്നൊക്കെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്ര ടഫ്നെസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഞാൻ എഴുതിയ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വിശദീകരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. With a reference to the funds under members of parliament local area development scheme, MP LADS. എപ്പോഴും ഹിന്ദു പത്രത്തിൽ വരുന്ന ഒരു വാർത്തയാണ് ഈ MP LADSുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു ശരാശരി ഇന്ത്യക്കാരന് അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് ഈ MP LADS എന്താണ് എന്നുള്ളത്. പത്രം വായിച്ചാൽ സ്ഥിരം കിട്ടുന്ന സംഗതി തന്നെയാണ്. അപ്പോ ഇതില് ഓപ്ഷൻസ് നോക്കുക. MP LADS funds must be used to create durable assets like physical infrastructure for health, education, etc. അതാണ് ഓപ്ഷൻ നമ്പർ 1. Option number 2, a specified portion of each MP's funds must be benefit to SC/ST populations. Option 3, MP LADS funds are sanctioned on yearly basis and the unused funds cannot be carried forward to the next year. ഇങ്ങനെയാണോ? അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. MPയുടെ ടെന്യൂർ എത്ര വർഷമാണ് അല്ലെ? 5 വർഷത്തേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് വരുമോ? അത് ശരിയാവാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി 4, the district authority must inspect at least 10% of all works under the implementation of every year. ഈ MP LADS സ്കീംസിന്റെ എല്ലാം അപ്രൂവൽസ് കൊടുക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ്. MPമാര് ഒപ്പിട്ട് കളക്ടർക്കാണ് കൊടുക്കുക. ഞാൻ പണ്ട് ഒരു MP ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ MPയുടെ ലെറ്റേഴ്സ് ഡിസ്ട്രിക്ട് കളക്ടർക്കുള്ള ലെറ്റർ ചിലപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ശരിയാണ്. ഡിസ്ട്രിക്ട് അതോറിറ്റി ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 4 ഓൺലി. കാര്യം 3 ലോജിക്കലിയും വരാൻ സാധ്യതയുള്ളതല്ല. 1, 2 and 4 ഓൺലി എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്ക് സീരീസ് എയിൽ ഡി ആണ്. ബുക്ക്ലെറ്റ് സീരീസ് ബി ആണെങ്കിലും ഉത്തരം ഡി ആണ്. സി ആണെങ്കിൽ ഉത്തരം ബി ആണ്. ഡി ആണെങ്കിൽ ഉത്തരം സി ആണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ബുക്ക്ലെറ്റ് വ്യത്യസ്തമാണ് എങ്കിൽ പോലും ആൻസർ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് പോകുന്നത് നല്ലതാണ്. നാലാമത്തെ ചോദ്യം, which one of the following categories of fundamental rights incorporates protection against untouchability as a form of discrimination? നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന ചോദ്യമാണ് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻകോർപ്പറേറ്റ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി, ഇതിനെ കുറിച്ച് പറയുന്നത് ഏത് ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ്, അത് ഏതിലാണ് വരുന്നത് എന്നുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിൽ നമ്മൾ വരുമ്പോൾ അത് നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കുമോ വരിക, റൈറ്റ് ടു ഫ്രീഡം ആയിരിക്കുമോ വരിക, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആയിരിക്കും വരിക, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അൺടച്ചബിലിറ്റി ആളുകളെ വേറിട്ട് കാണുന്ന ഒന്നല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് വേണ്ടത്? അവിടെ ഇക്വാലിറ്റി അല്ലേ. ഇക്വാലിറ്റി ആണ് ഉത്തരം വരിക, ഡി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളുടെ ബുക്ക്ലെറ്റ് സീരീസ് എന്ന് പറയുന്നത് എ ആണ് എങ്കിൽ, ബുക്ക്ലെറ്റ് സീരീസ് എ ആണ് എങ്കിൽ 4ന്റെ ഉത്തരം ഡി ആണ്. ബി ആണെങ്കിലും ഉത്തരം ഡി ആണ്. ബുക്ക്ലെറ്റ് സീരീസ് സി ആണെങ്കിൽ ബി ആണ്, ഡി ആണെങ്കിൽ എ ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ടു ഇക്വാലിറ്റി ആൻസർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി 5ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ
സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഈസ് എൻജോയിൻഡ് ബൈ. അഞ്ചാമത്തെ ചോദ്യമാണ്. അത് എവിടെയാണ് ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും, ആ സെപ്പറേഷൻ ഓഫ് പവർ അതിനെക്കുറിച്ച് പറയുന്ന എവിടെയാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് പ്രിയാമ്പിളിലാണോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണോ, 7th ഷെഡ്യൂളിലാണോ, കൺവെൻഷണൽ പ്രാക്ടീസിലാണോ? ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഉത്തരം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ബി ആണെങ്കിൽ ഉത്തരം ബി തന്നെ, സി ആണെങ്കിൽ സി ആണ്, ഡി ആണെങ്കിൽ എ ആണ്. നോക്കൂ, അപ്പൊ പൊളിറ്റി എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ കുട്ടികളോട് പഠിക്കുമ്പോൾ നിങ്ങൾ സാവധാനം പഠിക്കാൻ പറയുന്നത്, ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ പറയുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ആ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. അപ്പൊ എന്തായാലും ആൻസർ എഴുതാൻ പറ്റും. അടുത്ത ഒരു ചോദ്യം സ്കാൻ ചെയ്തപ്പോ കുറച്ച് ഒരു പേജ് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ആൻസർ കീസ് ഇട്ടിട്ടുണ്ട്. ആൻസർ കീസ് ഞാൻ പാരലി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഓരോ ചോദ്യത്തിന്റെ ആൻസർ കീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് പാരലി നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പാരലി വരാം. ഞാൻ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു പേജ് എനിക്ക് സ്കാൻ ചെയ്ത് കിട്ടിയ ആൻസറിൽ ഇപ്പൊ ഒരു പേജ് മിസ്സിംഗ് ആണ്. സോ 11th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഈസ് വൺ ഇൻ വിച്ച് all political parties in the parliament are represented in the government. The government is responsible to the parliament and can be removed by it. Parliamentary system എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്, കീ ഫ്രേസ് വെച്ച് കുറെ ആൻസേഴ്സ് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു കീ ഫ്രേസ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്നാണ്. അപ്പൊ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആരോടായിരിക്കാം റെസ്പോൺസിബിൾ ആകാൻ സാധ്യതയുള്ളൂ? പാർലമെന്റിനോട്. അടുത്തത് സി, ദ ഗവൺമെന്റ് ഈസ് സെലക്ടഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദം. ഒരിക്കലും ആളുകളല്ല റിമൂവ് ചെയ്യുന്നത്, അല്ലെ? ദ ഗവൺമെന്റ് ഈസ് ചൂസൺ ബൈ ദ പാർലമെന്റ് ബട്ട് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ഇറ്റ് ബിഫോർ കംപ്ലീഷൻ ഓഫ് എ ഫിക്സഡ് ടേം. അത് ശുദ്ധ അസംബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉത്തരം എന്താണ്? ഉത്തരം ബി. ആ കീ ഫ്രേസ് വെച്ച് തന്നെ നമുക്കത് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോ ഇന്ന് ഒത്തിരി പേര് പറഞ്ഞു ഇത് വലിയ ടഫാണ്, എക്സാം ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടഫ്നെസ് അല്ല ഫീൽ ചെയ്യുന്നത്. മറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഇത് എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊന്ന് ബാക്കി ചോദ്യങ്ങളിലേക്കൂടെ നമ്മൾ പോവുകയാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. Which part of the constitution of India declares the ideal of welfare state? 12ാമത്തെ ചോദ്യം, ഐഡിയൽ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് എപ്പോഴാണ് പറയുന്നത്? ഒക്കെ സിമ്പിൾ ആണ്, കൊച്ചുകുട്ടികൾക്ക് പോലും ഉത്തരം പറയാൻ പറ്റുന്നതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ പൊളിറ്റി ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എ തന്നെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. നേരത്തെയും സമാനമായിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ, നമ്മളുടെ തന്നെ അബ്സല്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസിലും ഇതുണ്ടായിരുന്നു. ഇനി 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, കാര്യം അത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ ഓൾറെഡി ആൻസർ കീ, അബ്സല്യൂട്ടിന്റെ ആൻസർ കീ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതി. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ആൻസർ കീ ഇടുന്നുണ്ട്. കൂടാതെ ഞാൻ ഈ യൂട്യൂബ് ചാനലിലും അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് വായിക്കാം. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. The Constitution of India defines its basic structure in terms of federalism, secularism, fundamental rights and democracy. രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the Constitution of India provides for judicial review to safeguard the citizens' liberties and to preserve the ideals on which the Constitution is based. Which of the following statements are correct? Question number 11.
A 1 only, B 2 only, both 1 and 2, neither 1 and 2. ഉത്തരം B ആണ്, 2 only ആണ് ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോ ആ 13th ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. നമ്മൾ അടുത്ത 14th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 14th ക്വസ്റ്റ്യനിൽ കാണുന്നത് one common agreement between Gandhism and Marxism. ഗാന്ധിസവും മാർക്സിസവും തമ്മിലുള്ള കോമൺ എഗ്രിമെന്റ് എന്താണ്? ഉത്തരം എ ആണ്, ദ ഫൈനൽ ഗോൾ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. ഈ ഒരു തലമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. 14 ക്വസ്റ്റ്യൻ ആൻസർ എ. 15th ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് അപ്രോപ്രിയേറ്റ് ഫോർ ബ്യൂറോക്രസി? ബ്യൂറോക്രസിക്ക് അനുയോജ്യമായ സംഗതി എന്താണ്? അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? 15ാമത്തെ ചോദ്യം, അതിലേതാണ് ശരി? താഴെ പറയുന്നത് ഏജൻസി ഫോർ വൈഡനിങ് ദ സ്കോപ്പ് ഓഫ് പാർലമെന്ററി ഡെമോക്രസി ആണോ ബ്യൂറോക്രസി? ആൻ ഏജൻസി ഫോർ സ്ട്രെങ്തനിങ് ദ സ്ട്രക്ചർ ഓഫ് ഫെഡറലിസം അതാണോ ബ്യൂറോക്രസി? ആൻ ഏജൻസി ഫോർ ഫെസിലിറ്റേറ്റിംഗ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഈസ് ഇറ്റ് ബ്യൂറോക്രസി? നിങ്ങൾ IAS ആവാൻ പോവാണ്, IPS ആവാൻ പോവാണ്, ഇതാണോ? an agency for the implementation of public policy. ഉത്തരം 15 D ആണ്, an agency for the implementation of public policy. കാരണം ബ്യൂറോക്രസിയുടെ പാർട്ട് ആവാനാണ് ആര് പോകുന്നത്? നിങ്ങൾ പോകുന്നത്. അപ്പൊ താഴെ പറയുന്നതിൽ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് ചേരുന്നത് എന്നുള്ളതാണ്. അടുത്ത 16ാമത്തെ ചോദ്യം, the constitution of India is 16 a part of the constitution but has no legal effect. Preamble എപ്പോഴും പഠിക്കാൻ നമ്മൾ പ്രത്യേകം പറയുന്നതാണ്. Not part of the constitution and has no legal effect either. A part of the constitution and has the same legal effect as any other part. A part of the constitution but has no legal effect independently of other parts. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്, പക്ഷെ മറ്റ് has no legal effect independently of other parts. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപെട്ട് അതിനൊരു ലീഗൽ എഫക്റ്റ് ഇല്ല എന്നുള്ള ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരം വരുന്നത്. 16ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 17 നമ്മൾ ഗോൾഡ് ട്രാഞ്ച്, റിസർവ് ട്രാഞ്ച് റെഫേഴ്സ് ടു എന്താണ് എന്നുള്ളതാണ്. എ ലോൺ സിസ്റ്റം ഓഫ് വേൾഡ് ബാങ്ക്, one of the operations of central bank, a credit system granted by WTO and its members, a credit system granted by IMF to its members. നിങ്ങൾ ഇത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ അവിടെ കാണുന്നതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയും ഉണ്ടായിരുന്നു. ഹിന്ദുവിലുള്ള വാർത്തകൾ മാത്രമേ ഇത്തവണ കറണ്ട് അഫയേഴ്സിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡെയിലി കുട്ടികളോട് പറയുന്നത് ഹിന്ദു പത്രം വായിക്കണം. പക്ഷെ പല കുട്ടികളും ഇത് സ്ഥിരമായിട്ട് വായിച്ചു പോകത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്, അല്ലാത്തവർക്ക് അതൊരു പ്രയാസമേ ആയിട്ടില്ല. പിന്നെ പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് ചെയ്യണം എന്ന് പറയും, പലരും അത് സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ നമ്മുടെയൊക്കെ ടെസ്റ്റ് സീരീസ് ചെയ്തവർക്ക് അവർക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടി, അവരൊക്കെ സന്തോഷത്തോടെ വിളിക്കുക. ക്ലാസ്സിൽ നിന്ന് തന്നെ സ്ലൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ വിളിച്ചു. പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ആ സ്ലൈഡ് ചെയ്യുന്ന തന്നെ, നമ്മുടെ അധ്യാപകരുടെ സ്ലൈഡ് ചെയ്യുന്ന തന്നെ അവർക്ക് ക്വസ്റ്റ്യൻ കിട്ടി എന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓരോ പാർട്ടും എന്താ പറയുന്നതെന്നുണ്ട്. They shall be enforceable by court. They shall not be enforceable by any court. The principle laid down on this part are to influence the making of laws by the state. ഇതാണ് 18ാമത്തെ ചോദ്യം. 18 ഉത്തരമായിട്ട് വരുന്ന ഡി ആണ്. 2 and 3 only. 2 and 3 അത് എൻഫോഴ്സിബിൾ അല്ല. എൻഫോഴ്സിബിൾ ബൈ കോർട്ട് എന്നുള്ളത് ശരിയല്ല. ബാക്കി രണ്ടെണ്ണം ശരിയാണ്. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എ പേഴ്സൺ ഹു ഈസ് എലിജിബിൾ ടു വോട്ട് ക്യാൻ ബി മെയ്ഡ് എ മിനിസ്റ്റർ ഇൻ എ സ്റ്റേറ്റ് ഫോർ 6 months even if he or she is not a member of the legislature of the state. വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾക്ക് അയാള് MLA ആയിട്ടോ MP ആയിട്ടോ ഒന്നും തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ MLA ആയിട്ടോ MLC ആയിട്ടോ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും 6 മാസം അയാൾക്ക് ഭരണത്തിൽ തുടരാം
എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഒരു ഓപ്ഷൻ. രണ്ട്, അക്കോർഡിംഗ് ടു ദ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, a person convicted of a criminal offense and sentenced to imprisonment for 5 years is permanently disqualified from contesting an election even after his release from prison. ഇതിന്റെ ഉത്തരം ഡി ആണ്. രണ്ടും തെറ്റാണ്. ഇവിടെ ഈ രണ്ട് ഏരിയയും ഈ രണ്ട് ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെയ്തർ വിച്ച് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നുള്ളതാണ്. നെയ്തർ 1 nor 2. 19ാമത്തെ ചോദ്യം ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. 20ലേക്ക് പോകുന്നു. 20 നമ്മൾ കാണുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സമ്മൺ എ സെഷൻ ഓഫ് ദ പാർലമെന്റ് അറ്റ് സച്ച് പ്ലേസ് ആസ് ഹി ഓർ ഷീ തിങ്സ് ഫിറ്റ്. 2, the Constitution of India provides for 3 sessions of the Parliament in a year, but it is mandatory to conduct all the 3 sessions. 3, there is no minimum number of days that the Parliament is required to meet in an year. താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഇത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഉത്തരം സി ആണ്. 1 and 3 ഇത് രണ്ടും കറക്റ്റ് ആണ്. അടുത്ത 21ലേക്ക് നമ്മൾ പോകുന്നു. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ്. നോക്കൂ, അപ്പൊ പൊളിറ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് കിട്ടാവുന്ന, ഒത്തിരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അത്യാവശ്യം ഒരു 1-2 ബേസിക് ബുക്സ് വായിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുള്ളൂ. ഇനി അടുത്തത് ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. 21ാമത്തെ ചോദ്യം, ഈ പറയുന്ന പേരിൽ ഏതൊക്കെയാണ് ശരി? ഔറാങ്ക്, ഇൻചാർജ് ഓഫ് ട്രഷറി ഓഫ് ദ സ്റ്റേറ്റ്. ബാനിയൻ, ഇന്ത്യൻ ഏജന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മിരാസിദാർ, ഡെസിഗ്നേറ്റഡ് റവന്യൂ പെയർ ടു ദ സ്റ്റേറ്റ്. ഉത്തരം ബി ആണ്. 2 and 3 ഓൺലി ആണ് ഉത്തരം. 22ലേക്ക് പോകുന്നു. വിത്ത് റെഫറൻസ് ടു ദ റിലീജിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. 22, Staviraddins belongs to Mahayana Buddhism. Logottaravadin sect was an offshoot of Mahasangika sect of Buddhism. The deification of Buddha by Mahasangikas fostered the Mahayana Buddhism. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. 22 ഉത്തരം ബി ആണ്. ബി എന്ന് പറയുമ്പോൾ 2 and 3 ഓൺലി. അതാണ്. ഹിസ്റ്ററിയിൽ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുകയാണ്. അടുത്ത 23ലേക്ക് പോകുന്നു. 23, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th century. ഇതിൽ ഏതാണ് ശരി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 23, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് റൂയിൻഡ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് റൂയിൻ ചെയ്യപ്പെട്ടോ? ഹിസ്റ്ററി ബുക്ക് നേരിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പച്ചയ്ക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവേണ്ട പോലും കാര്യമില്ല. മിഷൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ലാർജ് നമ്പേഴ്സ്. അതല്ല. റെയിൽവേ ലൈൻസ് വെയർ ലേഡ് ഇൻ മെനി പാർട്ട് ഓഫ് ദ കൺട്രി. നോ. ഹെവി ഡ്യൂട്ടീസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ദ ഇമ്പോർട്ട്സ് ഓഫ് ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ്. അതുമല്ല. സോ 23 എ ആണ് ഉത്തരം. 24ലേക്ക് പോകുന്നു. 24ലേക്ക് പോകുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് ഈവന്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. റൈസ് ഓഫ് പ്രതിഹാരാസ് അണ്ടർ കിങ് ഭോജ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ പവർ അണ്ടർ മഹേന്ദ്രവർമ്മൻ 1. ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചോള പവർ ബൈ പാരാൻടാക്ക 1. പാല ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ ഗോപാല. ഇതിൽ ഏതാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ്. നമ്മളുടെ ഞാൻ എഴുതിയ പ്രാചീന ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ഈ ക്രൊണോളജി വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ്. 24 ആൻസർ വരുന്നത് സി ആണ്. 2 അതാണ് ആദ്യം വരുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പല്ലവ പവർ അണ്ടർ മഹേന്ദ്രവർമ്മൻ. ദെൻ 4 എന്ന് പറയുമ്പോൾ പാല ഡൈനാസ്റ്റി. അത് കഴിഞ്ഞ് 1 റൈസ് ഓഫ് പ്രതിഹാരാസ്.
അത് കഴിഞ്ഞ് 3 എസ്റ്റാബ്ലിഷ്മെന്റ് പവർ ബൈ Arantaka 1. So 24th question, answer C. 25th question, which of the following phrases defines the nature of hundi generally referred to in the sources of the post Harsha period? ഇതൊക്കെ ഡയറക്റ്റ് നോർമലി പഠിച്ചു പോയവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ചോദ്യമുള്ളൂ, അത്ര ടഫായിട്ടുള്ളതൊന്നുമല്ല. 25 ഉത്തരം ഹുണ്ടി എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് മലയാളം ഓപ്ഷനിൽ പഠിച്ചവർക്ക് എഴുതാം. കാര്യം ഞാൻ എൻ്റെ മലയാളം ഓപ്ഷണലില് ഭാഷാ കൗടില്യം എന്ന് പറഞ്ഞൊരു അധ്യായം എടുക്കും. അപ്പൊ ഭാഷാ കൗടില്യം പഠിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ നോട്ടിലുണ്ട്, നിങ്ങൾ മലയാളം ഓപ്ഷണൽ പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാം. ഹുണ്ടി എന്ന പദം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന പേരിൽ ഭാഷാ കൗടില്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മലയാളം ഓപ്ഷണലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. ആ മലയാളം ഓപ്ഷനിൽ പഠിച്ചവർക്കും ആ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്കും വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സി ആണ് ഉത്തരം. 25 സി ആണ് 25ാമത്തെ ചോദ്യം. ഇനി നമ്മള് 26ലേക്ക് കിടക്കുന്നു. വെൽക്കം ബാക്ക്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യമാണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 25ആണ് നമ്മളിപ്പോൾ കണ്ടത്. 26ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിത്ത് റെഫറൻസ് ടു ദ ബുക്ക് ദേശർ കഥ റിട്ടൺ ബൈ സഖാരം ഗണേഷ് ദ്വിസ്കർ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, കൺസിഡർ ദ following statements. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. It warned against the colonial state hypnotic conquest of the mind. 26ാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഓപ്ഷൻ. It inspired the performance of Swadeshi street plays and folk songs. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയ മാനസികമായ ഒരു കീഴടക്കലായിരുന്നു. സ്കിൻ ടോണൊക്കെ ഇന്ത്യക്കാര് കറുത്തവരാണ്, വൈറ്റ് സുപ്രീം ആണ്. ഇപ്പൊ ഒരു ഹിപ്നോട്ടിക് ആയിട്ടുള്ള ഒരു കോൺക്വസ്റ്റ് ഓഫ് ദ മൈൻഡ് ആയിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതിനെക്കുറിച്ചാണ് ഓപ്ഷൻ 1ൽ പറയുന്നത്. ഓപ്ഷനല്ല, സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സ്വദേശി സ്ട്രീറ്റ് പ്ലേസും ഫോക്ക് സോങ്ങും അതിനെക്കുറിച്ച്, അതിന്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ അതിൽ പറയുന്നുണ്ട്. 3, യൂസ് ഓഫ് ദേശ് ബൈ ദ്വിസ്കർ വാസ് ഇൻ ദ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് റീജിയൻ ഓഫ് ബംഗാൾ എന്നുള്ളതാണ് 3ാമത്തെ ഓപ്ഷൻ. ഇതിന്റെ ഉത്തരം വരുന്നത് 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് എ ആണ്. എന്ന് പറയുന്നത് 1 and 2 ഓൺലി. ദേശ് എന്ന് പറഞ്ഞാൽ റീജിയൻ ഓഫ് ബംഗാൾ മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി 27, അപ്പൊ അത് എവിടുന്ന? മോഡേൺ ഇന്ത്യയിൽ നിന്നാണ് ആ ചോദ്യം. അടുത്ത വീണ്ടും മോഡേൺ ഇന്ത്യയിൽ നിന്ന്, ഗാന്ധി ഇർവിൻ പാക്ട്. നമുക്ക് ഇതൊക്കെ എത്ര പോപ്പുലർ ടോപ്പിക് ആണെന്ന് വിചാരിക്കും. എക്സാം ടഫ് അല്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ടഫ് അല്ല, കാരണം ഇതൊക്കെ വളരെ പോപ്പുലർ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇൻവിറ്റേഷൻ ടു ദ കോൺഗ്രസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വിഡ്രോവൽ ഓഫ് ഓർഡിനൻസസ് promulgated in connection with the civil disobedience movement, acceptance of Gandhiji's suggestions for enquiry into police excesses, release of only those prisoners who were not charged with violence. ഇതിൽ കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 27 ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ബി ആണ് ഉത്തരം. 1, 2 and 4 ആ 3 ഓപ്ഷനും ശരിയാണ്. 28ലേക്ക് പോകുന്നു. The vital Vidwansak, the first monthly journal to have the untouchable people as its target audience, was published by 28 Gopal Bhaba Valankar, Jyotibha Phule, Mohandas Karamchand Gandhi,
ഭീമാറാവു റാംജി അംബേദ്കർ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. UPSC ആളുകളെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കും അവരുടെ ക്വസ്റ്റ്യൻസിലൂടെ. ഈ ലോജിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാധാരണ എന്താണ് ഈ മാസിക ഗാന്ധിജി ഹരിജൻ എന്നുള്ള മാസികയാണ് എഡിറ്റ് ചെയ്തെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും അതല്ല. അപ്പൊ ഗാന്ധിജിനെ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോ അപ്പൊ ഗാന്ധിജിയെ നമുക്ക് അവിടുന്ന് ഒഴിവാക്കാൻ പറ്റും. ജ്യോതിബ ഫൂലെ, നോർമലി ആളുകൾ കൊണ്ടുവരുന്ന ഒന്നാണ് ജ്യോതിബ ഫൂലെ അല്ലെ, എടുത്തു വെക്കുക, ചിലപ്പോൾ വെക്കാനുള്ള സാധ്യതയുണ്ട്. അംബേദ്കറും ദളിതുകൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലും ചിലപ്പോൾ വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉത്തരവാദിത്വമല്ല, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. എന്താണ് ആ വേറിട്ട് നിൽക്കുന്നത്? ആ 3 ഓപ്ഷനിലും വേറിട്ട് നിൽക്കുന്ന ഗോപാൽ ഭാവെ വലാംഘർ എന്നുള്ള A ആണ്. ഓപ്ഷൻ A 28, ഓപ്ഷൻ A ആണ് ഉത്തരം. ഇനി 29ലേക്ക് പോകാം. With a reference to the history of India, the terms Kulyapa and Dronpa denote. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് ഇത്തവണ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഹിസ്റ്ററി നന്നായിട്ട് പഠിച്ചവർക്കൊക്കെ സൂചിപ്പിക്കാം. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് മെഷർമെന്റ് ഓഫ് ലാൻഡ് ആണ്. ഓപ്ഷൻ A ആണ് 29, ഓപ്ഷൻ A ആണ് ഉത്തരം വരിക. അപ്പോൾ നിങ്ങളത് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നതാണ്, ഏത് വിഷയവും പഠിക്കുമ്പോൾ ഇവിടെ ക്ലാരിറ്റിയോടെ പഠിക്കണം. ഓരോ പേജും മനസ്സിരുത്തി വായിക്കുക, കൃത്യതയോടെ പഠിക്കുക. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹു അമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് അഡ്വൈസ്ഡ് ഹിസ് സബ്ജക്ട്സ് ത്രൂ ദിസ് ഇൻസ്ക്രിപ്ഷൻ? ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ആ ഇൻസ്ക്രിപ്ഷന്റെ കണ്ടന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 30ാമത്തെ ചോദ്യം, whosoever praises his religious sect or blames other sects out of excessive devotion to his own sect with the view of glorifying his own sect, he rather injures his own sect very severely. ഒരുവൻ തൻ്റെ മതത്തെ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുകയും മറ്റു മതങ്ങളെ മോശമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ അവന്റെ മതത്തെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് ആരുടെയാണ്? ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആരുടെയാണ്? അത് മറ്റാരുടേതുമല്ല, അത് വിഖ്യാതനായിട്ടുള്ള അശോക ചക്രവർത്തിയുടേതാണ്. അപ്പോൾ 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ വെറുതെ കാണാപ്പാഠം പഠിച്ചു പോകാതെ ആ ചരിത്രത്തിൽ എന്താണ് ഉണ്ടായത്, അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് ഗൂഗിള് പോലെയുള്ള മാധ്യമങ്ങളുണ്ട്. ഒന്ന് അശോക ഇൻസ്ക്രിപ്ഷൻ കണ്ടന്റ് അടിച്ചു കൊടുത്ത് അപ്പം കിട്ടും. അതോടൊക്കെ വായിച്ചു പോവുക, ഒരു 360 ഡിഗ്രി നോളജ് എടുക്കുക. സിവിൽ സർവീസ് പഠനത്തിന് അതാണ് ആവശ്യം. മഗ്ഗപ്പ് എന്ന ആളുകളൊന്നും സിവിൽ സർവീസ് കീഴടക്കത്തില്ല. എന്നാൽ അറിവ് സമ്പാദിക്കുന്ന ആളുകൾ, നോളജ് എടുക്കുന്ന ആളുകൾ സിവിൽ സർവീസ് കീഴടക്കുക തന്നെ ചെയ്യും. അപ്പൊ അത്ര വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും പറയാനില്ല. ഇനി 31ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 31, വിത്ത് റെഫറൻസ് ടു ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, which one of the following is correct description of the term Paramidas? 31ാമത്തെ ചോദ്യമാണ്. The earliest ധർമ്മശാസ്ത്ര ടെക്സ്റ്റ് എന്നുള്ളതാണ് ഒന്നാമത്തേത്. Philosophical schools that did not accept the authority of Vedas. Perfection's attainment led to the Bodhisattva path. അതാണോ? C4 പവർഫുൾ മർച്ചന്റ് ഗിൽഡ്സ് ഓഫ് early medieval South India. D ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ആൻസർ എന്ന് പറയുന്നത് C ആണ്. 31C ആണ്. പെർഫെക്ഷൻസ് whose attainment led to Bodhisattva path എന്നുള്ളതാണ്. 31 ഉത്തരം C. ഇനി 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. In the context of Indian history, the Ramabai case of 1884 revolved around women's right to gain education, age consent, restitution of conjugal rights. Select the correct answer using the code given below. അതില് D വരാനാണ് സാധ്യതയുള്ളത്. അതിൽ ചിലപ്പോ ആൻസറിൽ ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. UPSC എന്താണ് ഉദ്ദേശിക്കുന്നതിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് D ആണ് ആൻസർ ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ളത്. 1, 2 and 3 എന്നുള്ളതാണ്
അവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മള് UPSCയുടെ കീയിലും മറ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇറക്കുന്ന കീയും തമ്മിൽ ഒരു 2-3 ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ കൊല്ലവും വരാറുണ്ട്. അപ്പൊ നമുക്ക് പൊതുവായിട്ട് UPSC എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും ഒരു പക്ഷേ അവരുടെ ഒരു അവർ കീ അങ്ങനെ പുറത്ത് ഇറക്കാറുമില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 33, ക്വസ്റ്റ്യൻ നമ്പർ 33, ഇതൊക്കെ സ്ഥിരം വരുന്ന ഏരിയാസ് ആണ്, സ്ഥിരം വരുന്ന പാറ്റേൺ ആണ്, സ്ഥിരം വരുന്ന ഏരിയയുമാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ഇവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ് ബൈ ദ ബിഗിനിങ് ഓഫ് ദ 20th century ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ഇൻഡിഗോ കൾട്ടിവേഷൻ? നിങ്ങൾ എപ്പോഴും പഠിക്കുന്നതല്ലേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ. പെസന്റ് റെസിസ്റ്റൻസ് ടു ഒപ്രസീവ് കണ്ടക്ട് ഓഫ് പ്ലാന്റേഴ്സ്. It is unprofitability in the world market because of new inventions. C, national leaders opposition to the cultivation of indigo. 4, government control over the planters. 33 ഉത്തരം നിങ്ങൾക്കറിയാം. 33യുടെ ഉത്തരം B ആണ്. It is unprofitability in the world market because of new inventions. എന്ത് വന്നു? ഇൻഡിഗോയ്ക്ക് പകരം ഈ സിന്തറ്റിക് ഡൈസ് ഒക്കെ വന്നു അല്ലെ. അപ്പൊ ആ വിഷയം നിങ്ങൾ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഹിസ്റ്ററി വായിക്കുന്ന ആർക്കും ഇത് എഴുതാൻ പറ്റേണ്ട ഒരു ചോദ്യമാണ്. അല്ലാതെ അതൊന്നും അത്ര വലിയ ടഫ്നെസ് ഒന്നും ഉള്ളതല്ല, സാധാരണ ലെവലിലൊക്കെ ഉള്ള ചോദ്യമേ ഉള്ളൂ. ഇനി 34ലേക്ക് പോകാം. വെല്ലസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർട്ട് വില്യം കോളേജ്. ഇതൊക്കെ സ്ഥിരം വരുന്ന ഏരിയ. ഇതൊന്നും പഠിക്കാതെ നമ്മൾ UPSC എഴുതിയിട്ട് കാര്യമുണ്ടോ? വെല്ലസ്ലി ഫോർട്ട് വില്യം കോളേജ് എന്തിനു വേണ്ടിയാ സ്ഥാപിച്ചതെന്ന് എല്ലാ ഹിസ്റ്ററി ക്ലാസ്സിലും എല്ലാ ഹിസ്റ്ററി അധ്യാപകരും പറഞ്ഞു തരുന്ന കാര്യമാണ്. നമുക്ക് ഇത്തവണ ഹിസ്റ്ററി എടുത്തത് സിവിൽ സർവീസ് കിട്ടിയ ആള്, അബ്സല്യൂട്ടിന്റെ പ്രത്യേകത IAS ഓഫീസേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത്തവണ ഹിസ്റ്ററി പുതിയ ബാച്ചിനെടുത്തത് നിതിൻ കുന്നേപ്പറമ്പിലാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടി. അദ്ദേഹം ഈ ഏരിയ ഒക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതുപോലെ ആഷിഖ് അലി സാർ, അദ്ദേഹമാണ് ആൻഷ്യന്റ് ഇന്ത്യ എഴുതുക. അദ്ദേഹത്തിനും ഇത്തവണ സിവിൽ സർവീസ് ഉണ്ട്. അദ്ദേഹം IRS ഉണ്ട്. ഇത്രയും നല്ല ഫാക്കൾട്ടീസിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരവും കുട്ടികൾക്ക് അബ്സല്യൂട്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അബ്സല്യൂട്ടിലെ എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യത്തിനൊക്കെ ഉത്തരം അവർ വളരെ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 34ാമത്തെ ചോദ്യം ഉത്തരം B ആണ്. ഹി വാണ്ടഡ് ടു റിവൈവ് ഇൻട്രസ്റ്റ് ഇൻ ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ. അതാണ് ഉത്തരം 34B. 35, വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, Ul-Gulan or the Great Tumult is the description of which of the following events? The revolt of 1857, മാപ്പിള റിബല്യൻ 1921. അപ്പൊ എന്തായാലും കേരളത്തിലുള്ള ഒരാൾക്കറിയാം മാപ്പിള റിബല്യൻ 1921 ആയിട്ടുള്ള ഒരു സംഗതി അല്ല. ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859-60 പിന്നെന്താണ്? ആ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ, ടുമോൾട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതേതോ ഒരു ട്രൈബൽ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സംഗതിയാണ്. ഉത്തരം D ആണ്. ബിർസ മുണ്ട റിവോൾട്ട് 1899-1900 ആണ്. അതൊക്കെ കുറച്ചൊക്കെ ഒരു ലോജിക് അപ്ലൈ ചെയ്താലും എഴുതാൻ പറ്റുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അപ്പം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സിവിൽ സർവീസ് അത്ര വലിയ ബാലികേറ മലയൊന്നുമല്ല. ഇതൊക്കെ വിചാരിച്ചാൽ എഴുതാവുന്ന ഉത്തരവേ ഉള്ളൂ. പിന്നെ അധ്യാപകർ പറയുന്ന പോലെ അല്ല, നമ്മൾ പറയുന്ന പോലെ പഠിക്കാതെ തോന്നിയ പാഠം സ്വന്തമായിട്ട് പഠിച്ചു വെച്ച് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പരിതപിക്കുന്നതിലും കാര്യം. അതിനാണ് ഒരു റൈറ്റ് മെന്റർ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറയുന്നത്. ഒരു മെന്റർ പറയുന്ന പോലെ കേട്ട ആർക്കും, നല്ലൊരു മെന്റർ പറയുന്ന പോലെ കേട്ട ആൾക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അല്ലാത്ത ചോദ്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. 36ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിത്ത് റെഫറൻസ് ടു ദ സ്കോളേഴ്സ് ലിറ്ററേച്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. പാണിനി ഈസ് അസോസിയേറ്റഡ് വിത്ത് പുഷ്യമിത്ര ശുംഖ. 1, Amarasingha is associated with Harshavardhan. Kalidasa is associated with Chandragupta 2. ഇതിൽ ഉത്തരം എന്ന് പറയുന്ന C ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഇത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിലും ആൻഷ്യന്റ് ഇന്ത്യയിലും പഠിക്കുന്ന, അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ധാരാളം ചോദ്യം വന്നിട്ടുണ്ട്. 37. In the context of recent advances in human reproductive technology, pro-nuclear transfer is used for. ഇത് പത്രത്തിൽ വന്ന, ഹിന്ദുവിൽ വന്ന വാർത്തയാണ്, ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഉത്തരം D ആണ്. പ്രിവെൻഷൻ ഓഫ് മൈറ്റോകോൺട്രിയൽ ഡിസീസസ് ഇൻ ഓഫ് സ്പ്രിംഗ്. ഹിന്ദുവിന്റെ ഈ സയൻസ് ആൻഡ് ടെക് പേജ് വായിക്കണമെന്ന് കുട്ടികളോട് എപ്പോഴും പറയുന്ന, വായിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? പകരം പോയിട്ട് അവരുടെ തോന്നിയ പാടെ പഠിക്കും.
കറണ്ട് അഫയേഴ്സ് നോക്കണം എന്ന് പറഞ്ഞാൽ നോക്കൂല. എന്ത് ചെയ്യും? ട്രഡീഷണൽ ഏരിയ ഒരു പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നും കാര്യമില്ല. അപ്പൊ നോക്കേണ്ടതെല്ലാം പാരലി ആയിട്ട് ടൈം കൊടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് കിട്ടും. 38th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. With the present state of development, artificial intelligence can be effectively do which of the following? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു ടൈം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മുടെ മോക്ക് ടെസ്റ്റ്, അബ്സല്യൂട്ടിന്റെ മോക്ക് ടെസ്റ്റ് തവണ നല്ലൊരു റിസർച്ച് ടീമാണ് ചെയ്തത്. അപ്പൊ അതിനകത്തും ഈ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു, സമാനമായ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നെന്താണ്? ഓപ്ഷനിലേക്ക് നിങ്ങൾ വരിക. ബ്രിങ് ഡൗൺ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ സഹായകരമാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ, റോബോട്ടിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധ്യതയുണ്ടല്ലേ? രണ്ടാമത്തേത് എന്താ? ക്രിയേറ്റ് മീനിങ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് ലോജിക്കലി തിങ്കിങ് വെച്ച് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഭാര്യ തന്നെ ഇതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞു. അവര് സിവിൽ സർവീസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. അവർ ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ടാണ് ഉത്തരം പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്താൽ പോലും നമുക്ക് കിട്ടാവുന്ന ഒരു ഉത്തരവാണിത്. ക്രിയേറ്റ് മീനിങ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മീനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ സോങ് അവർ അടുപ്പിച്ചൊക്കെ വെക്കുമായിരിക്കും. അതിന് ക്രിയേറ്റിവിറ്റി തന്നെ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാവാനാണ് സാധ്യത. നിങ്ങൾ ആലോചിക്കുക. ഡിസീസ് ഡയഗ്നോസിസ് ഉറപ്പായിട്ടും പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ല. ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാനായിരുന്നു. അപ്പൊ ആ സിനിമയിൽ ഡിസീസ് ഡയഗ്നോസിസ് ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് AI വെച്ച്. ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ പറ്റുമോ ഇല്ലയോ? ടെക്സ്റ്റ് ടു സ്പീച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ഉറപ്പായിട്ടും പറ്റും. വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി നടക്കുവോ? ഇലക്ട്രിക്കൽ എനർജി വയർലെസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉത്തരം ബി ആണ്. ബി ശരി ഉത്തരമാണ്. അപ്പൊ അത് ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് വെച്ച് എഴുതാവുന്ന ഉത്തരമാണ്. സത്യം പറഞ്ഞു ഒന്ന് ആലോചിക്കാൻ ഒരു സമയം കിട്ടിയെങ്കിൽ കൃത്യമായിട്ട് എഴുതാം. കുറച്ച് ഇത്തരം പത്രവായനയും കുറച്ചൊരു ഒബ്സർവേഷനും ഉള്ള ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റും. അത്ര ടഫ് ഒന്നുമല്ല. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ഇന്ന് ചിലര് പറഞ്ഞത് സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പറ്റാവുന്ന സംഗതിയേ ഉള്ളൂ. 39th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിത്ത് റെഫറൻസ് ടു visible light communication technology, which of the following statements are correct? VLC uses electromagnetic spectrum wavelengths 375 to 780 nm. VLC is known as long range optical wireless communication. VLC can transmit large amounts of data faster than Bluetooth. VLC has no electromagnetic interference. 39th question answer C ആണ്. 1, 3 and 4. 2 ശരിയല്ല. 1, 3 and 4 only എന്നുള്ളതാണ് ആൻസർ. ഇത് ഹിന്ദുവിൽ ഉണ്ടായിരുന്നു, വാർത്ത ഹിന്ദുവിൽ ഉണ്ടായിരുന്നു. 40 വിത്ത് റെഫറൻസ് ടു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇതും പത്രത്തിൽ വന്ന വാർത്തകളിൽ ഉള്ളതാണ്. ഇറ്റ് ഈസ് എ പബ്ലിക് ledger that everyone can inspect but which no single user control. Blockchain technology. The structure and design of blockchain is such that all the data in it are about cryptocurrency only. Cryptocurrency കുറിച്ചുള്ള കാര്യം മാത്രമാണെന്നാണ്. 3 applications that depend on basic features of blockchain can be developed without anybody's permission. അതിന്റെ ഉത്തരം D ആണ്. 1 and 3 only എന്നുള്ളതാണ്. ഇതും കറണ്ട് അഫയേഴ്സ് വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ നമ്മുടെ അബ്സല്യൂട്ടിന്റെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ചാനലിൽ. അതില് ഈ ബ്ലോക്ക് ചെയിൻ നമ്മൾ വാർത്തയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇനി 41ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 41ാമത്തെ ചോദ്യം. വിത്ത് റെഫറൻസ് ടു കാർബൺ നാനോ ട്യൂബ്സ് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. They can be used as carriers of drugs and antigens in the human body. ഈ റീസെന്റ് ഉള്ള നൊബേൽ പ്രൈസ് കിട്ടുന്ന സംഗതികളെല്ലാം തന്നെ സയൻസ് ആൻഡ് ടെക്കില് ചോദ്യത്തിൽ വരാറുണ്ട്. They can be made into artificial blood capillaries for an injured part of human body.
They can be used for biochemical senses. Carbon nanotubes are biodegradable. 4 ഓപ്ഷനാണ് 41-ലുള്ളത്. ഉത്തരം ഡി ആണ്. 4 ശരിയാണ്. ഇതൊക്കെ സയൻസ് ആൻഡ് ടെക് പേജിൽ നിന്ന് എടുക്കാവുന്ന സംഗതികളാണ്. ഇനി അടുത്ത 42. Spraying pesticides. Consider the following activities. Spraying pesticides on a crop field. Inspecting the craters of active volcanoes. ഇത് ദ്രോണിനെ കുറിച്ച്. ദ്രോൺ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് അല്ലെ? നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് ദ്രോൺ. അപ്പൊ ദ്രോൺ ഉപയോഗിച്ച് ഇത് പറഞ്ഞതിൽ എന്നൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? എപ്പോഴും വാർത്ത വായിക്കും, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ. ഒബ്സർവേഷനിൽ നല്ലൊരു ചോദ്യമാണ്. പോലീസ് ദ്രോൺ ഒക്കെ ഉപയോഗിച്ച് ആളുകളെ ഇത് വാച്ച് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? കോവിഡ് കാലഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സിൽ നിന്നുകൂടിയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോ ആ 42-ാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്, ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ദ്രോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഓൺ എ ക്രോപ്പ് ഫീൽഡ് ദ്രോൺ ഉപയോഗിച്ച് ചെയ്യാവോ? നമ്മുടെ നാട്ടില് ഈ കോവിഡ് കാലഘട്ടത്തിൽ ദ്രോൺ ഉപയോഗിച്ച് മീൻ വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ. അപ്പൊ ഒരു പെസ്റ്റിസൈഡ് അടിക്കാൻ പറ്റുമോ ദ്രോൺ ഉപയോഗിച്ച്? ഏതെങ്കിലും ചെടിയുടെ മേളിൽ കൊണ്ടുപോയിട്ട് പെസ്റ്റിസൈഡ് അടിക്കാൻ പറ്റില്ലേ? യെസ് ഓർ നോ? യെസ്. ഇൻസ്പെക്ടിങ് ദ ക്രേറ്റേഴ്സ് ഓഫ് ആക്റ്റീവ് വോൾക്കനസ്. ആക്റ്റീവ് വോൾക്കനാസിന്റെ ആ മേളിൽ പോയിട്ട് ആ കുഴി അല്ലെ ആ ഭാഗം അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ദ്രോൺ മേളിലൂടെ പറത്തി വിട്ടാൽ നടക്കുവോ? നടക്കും. ലോജിക്കലി തിങ്ക് ചെയ്യൂ. 4. Collecting breath samples from spouting whales for DNA analysis. ഈ വെയിൽസ് നിങ്ങൾക്കറിയാം, വലിയ ലാർജ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ അതിന്റെ DNA അനാലിസിസിന് വേണ്ടി ബ്രീത്ത് സാമ്പിൾസ് എടുക്കാനും ദ്രോൺ സഹായകരമാണ്. ഉത്തരം ഡി. 3 ശരിയാ. ലോജിക്കൽ തിങ്കിങ് വെച്ച് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് ഇതൊക്കെ. UPSC കുറച്ചൊക്കെ നോക്കുന്നത് നമുക്ക് ലോജിക്കൽ തിങ്കിങ് ഉണ്ടോ എന്നുള്ളതോട് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി 43. The experiment will employ a trio of spacecraft flying in formation in the shape of an equilateral triangle that has sides 1 million kilometers long with lasers shining between the craft. The experiment in question refers to, ഈ പറയുന്ന എക്സ്പെരിമെന്റ് എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ്. ഇത് എവോൾഡ് ലിസയെ കുറിച്ചുള്ള ഒരു സംഗതിയാണ്. ഇതും വാർത്തകളിൽ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത്ര പോപ്പുലർ അല്ല, കുറച്ചൊരു ടഫ്നെസ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അത് വായിക്കാത്ത ആളുകൾക്ക് ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 44th ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ജനറ്റിക് ചേഞ്ചസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് എഗ്സ് ഓർ സ്പേംസ് ഓഫ് എ പ്രോസ്പെക്റ്റീവ് പേരന്റ്. ഇത് നിങ്ങൾക്കറിയാം, ഈ സ്റ്റെം സെൽ റിസർച്ച് ഇതൊരു 10 വർഷമായിട്ടുള്ള കറണ്ട് അഫയേഴ്സിലുള്ള അല്ലെ. സ്റ്റെം സെൽ റിസർച്ച്, ബയോടെക്നോളജി ഒക്കെ അല്ലെ, സ്റ്റെം സെൽ റിസർച്ച് ഇതൊക്കെ ഇവരുടെ ഒരു ഫേവറേറ്റ് ഏരിയയാണ്. അപ്പൊ UPSCയുടെ ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ അടുത്ത 2-ാമത്തെ ഓപ്ഷൻ. എ പേഴ്സൺസ് ജെനോം ക്യാൻ ബി എഡിറ്റഡ് ബിഫോർ ബർത്ത് അറ്റ് ഏർലി എംബ്രിയോണിക് സ്റ്റേജ്. അസുഖങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത് ഡൗൺ ടു എർത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ 3-4 ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. ഈ റീസെന്റ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി 3. Human induced pluripotent stem cells can be injected into the embryo of a pig. അത് ഡി ആണ് ഉത്തരം. 3 ശരിയാണ്. 3 ശരിയാണ്. അപ്പൊ ജെംസെൽ ജീനോം റിസർച്ച്, ജെംസെൽ സ്റ്റെം സെൽ റിസർച്ചിനെ കുറിച്ചും ഒക്കെയുള്ള, എംബ്രിയോണിക് സെൽസിനെ കുറിച്ചും ഒക്കെയുള്ള പഠനം വാർത്തകളൊക്കെ വരുമ്പോൾ അത് വായിക്കുകയും കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. 45-ാമത്തെ ചോദ്യം. What is the importance of using pneumococcal conjugate vaccines in India? These vaccines are effective against pneumonia as well as meningitis and sepsis. ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കോവിഡ് പാൻഡമിക് പടർന്നു പിടിച്ച ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2-ാമത്തെ ഓപ്ഷൻ. ഡിപ്പെൻഡൻസ് ഓൺ ആന്റിബയോട്ടിക്സ് ദാറ്റ് ആർ നോട്ട് എഫക്റ്റീവ് അഗൈൻസ്റ്റ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ക്യാൻ ബി റെഡ്യൂസ്ഡ്. 3. ദീസ് വാക്സിൻസ് ഹാവ് നോ സൈഡ് എഫക്ട്സ് ആൻഡ് കോസ് നോ അലർജിക് റിയാക്ഷൻ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് 3-ാമത്തെ ചിലപ്പോൾ ഒരു തെറ്റാണെന്നുള്ള ഒരു ഫീലിംഗ് തന്നെ വരാം. കാര്യം പല ആളുകൾക്കും പലതും അലർജിക് റിയാക്ഷൻസ്
ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഉത്തരം ബി തന്നെയാണ്. 1 and 2 ഓൺലി ആണ് ഉത്തരം വരെ. 1 and 2. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നയാൾക്കും അത് ശരിയായിട്ടുണ്ട് അല്ലെ. 46. ഇൻ ഇന്ത്യ ദ ടേം പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് യൂസ്ഡ് ഇൻ ദ കണ്ടെസ്റ്റ് ഓഫ്. പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ അത് ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തകളിൽ ഉണ്ടായിരുന്നതാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. ഡിജിറ്റൽ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 46 ഓപ്ഷൻ എ. 47. Which one of the following statements are correct regarding the general difference between plant and animal cells? Plant cells have cellulose cells walls, whilst animal cells do not. 2. Plant cells do not have plasma membrane unlike animal cells which do. 3. Mature plant cells has one large vacuole whilst animal cell has many small vacuoles. അപ്പൊ ഈ 47 ഉത്തരം എന്ന് പറയുന്ന സി ആണ്. 1 and 3 അത് രണ്ടുമാണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും ആയിട്ടുള്ള ബേസിക് ഡിഫറൻസ് നമ്മൾ 10ലും 11ലും ഒക്കെ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സയൻസ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നതാണ് അവിടെ അല്ലെ. ബയോളജി പഠിക്കുമ്പോൾ കാണുന്ന സംഗതികളാണ്. 48th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസെന്റ് ഫാക്ടേഴ്സ് ഫോർ എക്സ്പോഷർ ഓഫ് ബെൻസീൻ പൊല്യൂഷൻ? ഇതും വാർത്തകളിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ബെൻസീൻ പൊല്യൂഷൻ വാർത്തകളിൽ വന്ന ഒരു സംഗതിയാണ്. ബെൻസീൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസിങ് വാർണിഷ്ഡ്. ഇതില് ബെൻസീൻ പൊല്യൂഷനിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ വരുമ്പോൾ ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൽ നിന്ന് ബെൻസീൻ പൊല്യൂഷൻ ഉണ്ടാവും. ടുബാക്കോ സ്മോക്കിൽ നിന്ന് വരും. വുഡ് ബേണിംഗിൽ നിന്ന് വരും ബെൻസീൻ പൊല്യൂഷൻ. വാർണിഷ്ഡ് വുഡൻ ഫർണിച്ചർ യൂസ് ചെയ്താലും ഈ പൊല്യൂഷൻ ഉണ്ടാവും. പ്രൊഡക്ട്സ് മെയ്ഡ് ഓഫ് പോളി ഉറേത്തീനും ബെൻസീൻ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഉത്തരം ഡി ആണ്. എല്ലാം വരും. 1 2 3 4 5 എല്ലാം വരും കേട്ടോ. 49. സമയം ഒരുപാട് വൈകിയല്ലേ, 10:45. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചെടുക്കാൻ സമയം എടുക്കും. എന്നാലും ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം ആയതുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്, വൈകിയെങ്കിലും ഇരിക്കുകയാണ്. 49ാമത്തെ ചോദ്യം. If another global financial crisis happens in the near future, which of the following actions are most likely to give some immunity to India? Not depending on short-term foreign borrowings, opening up of more foreign banks, maintaining full capital account convertibility. എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എ ആണ് ഉത്തരവ്. 1 ഓൺലി. കാര്യം എന്താണ്? നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ അതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടേം ഫോറിൻ ബോറോയിങ്സിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മുടെ ബോറോയിങ്സ് എപ്പോഴും ലോങ് ടൈം ആണ്. ഇപ്പൊ ഫോറിൻ ബോറോയിങ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ലോങ് ടൈം ആയിട്ടുള്ള ബോറോയിങ്സ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ അത് ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് തരും. നമുക്കൊന്നും പെട്ടെന്ന് കൊടുക്കേണ്ട കടങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇല്ല. ഇപ്പൊ ഈ മെട്രോ പ്രോജക്റ്റിനൊക്കെ വാങ്ങിക്കുന്ന 8-10 വർഷത്തേക്കുള്ള ബോറോയിങ്സ് ആണ്. ഇനി അടുത്ത 50ാമത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. If you withdraw 1 lakh in cash from your demand deposit account at your bank, the immediate effect on aggregate money supply in the economy will be. നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്താൽ അത് എക്കോണമിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും? To reduce it by 1 lakh, to increase it by 1 lakh, to increase it by more than 1 lakh, to leave it unchanged എന്നുള്ളതാണ് പറയുന്നത്. ശരി ഉത്തരം ഡി ആ. അത് ഒരു മാറ്റം ഉണ്ടാക്കില്ല, എക്കോണമിയിൽ ഒരു മാറ്റം ഉണ്ടാക്കില്ല. ടു ലീവ് ഇറ്റ് അൺചേഞ്ച്ഡ്, അതാണ് ഉത്തരം. 51. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ. ഇതൊക്കെ പത്രങ്ങളിലും വരുന്ന കാര്യമാണ് കേട്ടോ. ഇത് എക്കോണമിയാണ്. എക്കോണമി എന്നുള്ളതാണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ. എക്കോണമി എന്ന് എനിക്ക് തോന്നുന്നു 3rd ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത്. Foreign direct investment, which of the following is considered its major characteristics? It is the investment through capital instruments essentially in the listed company. It is largely non-debt creating capital flow. It is the investment which involves debt serving.
It is the investment made by foreign institutional investors in the ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രത്യേകതകൾ എന്താണ്? എല്ലാ ദിവസവും ഹിന്ദുവിലും FDI ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയെങ്കിലും കാണും, എപ്പോഴും കാണുന്നത്. എന്റെ കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ തന്നെ ഞാൻ ഈ FDIയെ കുറിച്ച് എത്രയോ തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ പുസ്തകം എക്കണോമിക്സ് എന്ന് പറയുന്ന മലയാളത്തിലുള്ള ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരം ബി ആണ്. ഇറ്റ് ഈസ് എ ലാർജ്ലി നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലോ. അതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 51 ബി. ഇനി അടുത്ത 52. വിത്ത് റെഫറൻസ് ടു ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് ഇന്ത്യ അറ്റ് പ്രസന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 52 ഉത്തരം ഡി ആണ് ഉത്തരം വരുന്നത്. അപ്പൊ ഇദ്ദേഹം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. India's merchandise exports are less than its merchandise imports. India's imports of iron and steel chemicals, fertilizers and machinery have decreased in recent years. At the time, India's exports of services are more than its imports of services. അതെ, ഒരു സർവീസ് സെക്ടർ ആണ് അല്ലെ, IT ആൻഡ് IT സർവീസ് സെക്ടർ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യ സഫേഴ്സ് ഫ്രം ആൻ ഓവറോൾ ട്രേഡ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കയറ്റി അയക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ശരിയാ, 1, 3 and 4 ഉണ്ടല്ലേ, ഡി ആണ് ഉത്തരം. 53. The term West Texas Intermediate, sometimes found in news, refers to a grade of. 53 ചോദ്യം ക്രൂഡ് ഓയിൽ, ബുള്ളിയൻ, റയർ എർത്ത് എലമെന്റ്സ്, യുറേനിയം. ഇത്തരം ക്രൂഡ് ഓയിലാണ്. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ്. അതാണ് ഈ ബിസിനസ് പേജൂടെ നിങ്ങൾ വായിച്ചു പോകണമെന്ന് പറയുന്നത്. നിങ്ങൾ ഈ വെറുതെ ചില കുട്ടികളുടെ ധാരണ, അവര് നാട് ഓടുമ്പോ നടുവേ ഓടണം എന്ന് പറഞ്ഞു മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടെങ്കിൽ. അപ്പൊ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാഗസിൻസ് ഒക്കെ നോക്കിക്കോളൂ, അത് ഓക്കെയാണ്. പക്ഷെ പത്രം വായന നിർത്തരുത്. ഞാൻ ഈ സിവിൽ സർവീസ് കോച്ചിങ് രംഗത്തേക്ക് വന്നിട്ട് ഒരു 10-12 വർഷമായി. അപ്പോ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം, ഈ പത്രം നന്നായിട്ട് വായിച്ച പിള്ളേരെല്ലാം തന്നെ സർവീസിലുണ്ട്, ഇന്ന് സർവീസിലുണ്ട്. അപ്പൊ നിങ്ങളും സ്വാഭാവികമായിട്ടും പത്രം വായനയ്ക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ പല കാര്യവും കിട്ടും. എന്നിട്ട് നോട്ട് തയ്യാറാക്കണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്ന് നോട്ട് തയ്യാറാക്കണം. ഇനി 54 പോവാണ്. ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി, നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹൗസിംഗ് ലോൺസ് owned by households, amounts outstanding on credit cards, treasury bills. ഇതിൽ വരുന്നത് 54 ഡി ആണ്. 1, 2 and 3 മൂന്നും വരും. 55 ചോദ്യത്തിലേക്ക് പോകുന്നു. ഇൻ ഇന്ത്യ, why are some nuclear reactors kept under IEA, International Atomic എനർജി അസസ്മെന്റ് സേഫ് ഗാർഡ്സ്, while others are not? ഒരു ചോദ്യമാണ് അല്ലെ, നല്ലൊരു ചോദ്യമാണ് 55 ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. സം യൂസ് ഓഫ് ഇമ്പോർട്ടഡ് യുറേനിയം ആൻഡ് അതേഴ്സ് യൂസ് ഡൊമസ്റ്റിക് സപ്ലൈസ്. അപ്പൊ ഇമ്പോർട്ടഡ് യുറേനിയം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പലപ്പോഴും IAEAയുടെ സേഫ് ഗാർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. മറ്റേ നമ്മൾ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. 56 with the reference to trade-related investment measures, TRIMS, which of the following statements are correct? Current economy എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രേഡ്-റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ബൈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആർ പ്രൊഹിബിറ്റഡ്. They apply to investment measures related to trade in both goods and services. They are not concerned with the regulation of foreign investment. 56 ഉത്തരം സി ആണ്. 1 ഉം 3 ഉം ആണ് ശരിയായിട്ട്. 57 അത് കുറച്ച് ടഫ്നെസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 56 കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 57 the RBI decides to adopt an expansionist monetary policy. Which of the following would it not do? RBI ഒരു എക്സ്പാൻഷനിസ്റ്റ് എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി വിപുലമാക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ പറയുന്നത് ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചു. നോട്ട്, ആ നോട്ട് കണ്ടോ? നോട്ടൊക്കെ ശ്രദ്ധിക്കണം.
ചോദ്യത്തിൽ തന്നെ ഒരു നോട്ടുണ്ട്, അവർ ബോൾഡായിട്ട് കൊടുത്തിട്ടുമുണ്ട് എന്തായാലും. അതില് ഉത്തരവായിട്ട് വരുന്നത് ബി ഓൺലി ആണ്, ബി ആണ്, 2 ഓൺലി. എന്താണ്? ഇൻക്രീസ് ദ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ്സ് എന്ന് വെച്ചൊന്നു. അവര് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കട്ട് ചെയ്യുമെന്നാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് അവര് കൂട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവര് ചെയ്യാറില്ല, ആ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പൊ 2 ഓൺലി ആണ് ആൻസർ. 58 പോവാം. കുറച്ച് 58 ഉത്തരം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി ആഫ്റ്റർ 1991 എക്കണോമിക് ലിബറലൈസേഷൻ, LPGയുടെ കാര്യം. ഇത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞ നമ്മൾ മെയിൻ ഒരു ടോപ്പിക് ഉണ്ട്. എന്റെ പുതിയ പുസ്തകം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏകീകരണം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു ഏർപ്പാടാണിത്. അവിടെ എക്കണോമിക് ലിബറലൈസേഷനെ കുറിച്ച് പറയുന്നു. LPG. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. എക്കണോമി ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷനിലും കൂട്ടാം. 58 ഉത്തരം ഏതാണ് ശരി എന്നുള്ളത്. അതില് ശരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. വർക്കർ പ്രൊഡക്ടിവിറ്റി പെർ വർക്കർ അറ്റ് 2004-05 പ്രൈസസ് ഇൻക്രീസ്ഡ് ഇൻ അർബൻ ഏരിയാസ് വൈൽ ഇറ്റ് ഡിക്രീസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. അത് ശരിയല്ല. ദ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഓഫ് റൂറൽ ഏരിയാസ് ഇൻ ദ വർക്ക് ഫോഴ്സ് സ്റ്റെഡിലി ഇൻക്രീസ്ഡ്. ശരിയല്ല. ഇൻ റൂറൽ ഏരിയാസ് ദ ഗ്രോത്ത് ഓഫ് നോൺ ഫാം എക്കോണമി ഇൻക്രീസ്ഡ്. അത് ശരിയാണ്. 4 ദ ഗ്രോത്ത് റേറ്റ് ഇൻ റൂറൽ എംപ്ലോയ്മെന്റ് ഡിക്രീസ്ഡ്. ഉത്തരം ബി ആണ്. 58 ഉത്തരം ബി ആണ്. ഇദ്ദേഹം എഴുതിയിരിക്കുന്നതും ഈ പേപ്പർ തന്നെയാൾ എഴുതിയിരിക്കുന്നത് ശരിയാണ്. അദ്ദേഹം ബി തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 59 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. In terms of short-term credit delivery to the agricultural sector, district central cooperative banks deliver more credit in comparison to scheduled commercial banks and regional rural banks. ചോദ്യം സിമ്പിൾ ആണ്. ഇത് ഞാൻ തന്നെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. One of the most important functions of district cooperative banks is to provide funds to the primary agricultural and credit societies. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് 59ാമത്തെ ചോദ്യം. അപ്പോ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ എന്താന്ന് നോക്കി. അവര് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾഡ് ബാങ്ക് കൊടുക്കുന്നതിലും കൂടുതൽ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ആര് കൊടുക്കും? അഗ്രികൾച്ചറൽ സെക്ടർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. 2 അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത് ശരിയാണ്. 2 ആണ് ഉത്തരം പറയുന്നത്. 59B. 60 in which in India under cyber insurance for individuals, which of the following benefits are generally covered in addition to payment for the loss of funds and other benefits? 60 സൈബർ ഇൻഷുറൻസിനെ കുറിച്ചാണ്, വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് റിസ്റ്റോറേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ കേസ് ഓഫ് മാൽവെയർ ഡിസ്റപ്റ്റിംഗ് ആക്സസ് ടു വൺസ് കമ്പ്യൂട്ടർ. ശരിയാണ്. കോസ്റ്റ് ഓഫ് ന്യൂ കമ്പ്യൂട്ടർ ഇഫ് സം miscreant willfully damages it if proved. നമ്മള് കമ്പ്യൂട്ടർ നശിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ് ഇൻഷുറൻസ് ചെയ്യുന്ന തരും. ലോജിക്കലി കറക്റ്റ് ആണോ? അല്ല. അപ്പൊ ഓപ്ഷൻ 2 അങ്ങ് ഒഴിവാക്കുക. അപ്പൊ 2 വരുന്ന ഒന്നും തന്നെ ശരിയല്ല. ഇതിനകത്ത് നോക്കി, ബാക്കി എല്ലാ ഓപ്ഷനിലും 2 ഉണ്ട്. അത് വെച്ച് തന്നെ ശരി ഉത്തരം കണ്ടുപിടിക്കാം. ഉത്തരം ബി ആണ്. മനസ്സിലായോ? 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല. അപ്പൊ അത് വെച്ച് തന്നെ ഉത്തരം എടുക്കാം. ഉത്തരം ബി ആണ്. അപ്പൊ ഇവിടെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നയാളും കറക്റ്റ് ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കുറെ ലോജിക്കലി എഴുതാൻ പറ്റും അല്ലെ? ലോജിക്കലി തിങ്ക് ചെയ്യാൻ. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ വലിയൊരു സാധ്യതയാണ്. ഒരെണ്ണം തെറ്റാണെന്ന് കണ്ടാൽ അത് 3 ഓപ്ഷനിലും ഉണ്ട്, അതില്ലാത്തതല്ലേ ഉത്തരം. അങ്ങനെ ആ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. 61ാമത് ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് അത് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യം കേട്ടോ. 61 വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്?
fixing minimum support price for agricultural produce of all crops, computerization, social capital development, free electricity, waiver of agricultural loans, setting up of cold storage. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതില് ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 2, 3 and 6. 2, computerization, social capital development, setting up of cold storage facilities. ഇത് ഹിന്ദുവിൽ വന്ന വാർത്തയാണ്. ഹിന്ദുവിൽ വന്ന വാർത്തയിൽ ഉണ്ടായിരുന്ന സംഗതി. അത് വായനയിലൂടെ നമുക്ക് സംശീകരിക്കാവുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടേം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓഫ് എ ഫേം ഇൻ ഇന്ത്യ? 62nd question. The option, it helps understanding the present risk of a firm that the bank is going to give loan to. Loan കൊടുക്കാൻ പോകുന്ന ബാങ്കിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. It helps in evaluating the emerging risk of a firm that the bank is going to give a loan to. പ്രസന്റ് റിസ്ക്കും വരാൻ പോകുന്ന റിസ്ക്കും. ഇത് ഈ മല്യയുടെ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പത്രത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സംഗതികൾ. ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി ആഴത്തിൽ അനലൈസ് ചെയ്ത് വായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കും. ഉത്തരം 1 and 2 ഓൺലി എന്നുള്ളതാണ്. 1 and 2 ഓൺലി. 63ാമത്തെ ചോദ്യം. Which of the following factors, policies were affecting the price of rice in India in the recent past? അരിയുടെ വിലയെ ബാധിക്കുന്ന കാര്യം എന്താ? എപ്പോഴും ഈ കറണ്ട് അഫയേഴ്സ് കഴിയുമ്പോൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത ആളുകൾ ചിലപ്പോൾ അവർക്കൊന്നും എഴുതാൻ പറ്റാത്തവർ. ലോജിക്കൽ തിങ്കിങ്ങും പത്രം വായനയുള്ളവർക്ക് നന്നായിട്ട് എഴുതാനും പറ്റും. ഇവിടെ ഉത്തരം എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇപ്പൊ ഈ കർഷകരൊക്കെ സമരം നടത്തുന്നുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്ത് കളയും. അരിയുടെ വിലയെ സ്വാധീനിക്കും. കാര്യം ഗവൺമെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ട്രേഡിംഗ്, ഗവൺമെന്റ് ആണ് വാങ്ങിക്കുന്നത്. ഈ ഫുഡ് FCI ഗോഡൌൺസിലേക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ വാങ്ങിക്കും. ഗവൺമെന്റിന്റെ സ്റ്റോക്ക് പൈലിംഗ്, ഗവൺമെന്റ് ഗോഡൌണുകളിൽ സ്റ്റോക്ക് വെക്കും. കൺസ്യൂമർ സബ്സിഡീസ്, ഗവൺമെന്റ് ആർക്ക് സബ്സിഡി കൊടുക്കും? കൺസ്യൂമേഴ്സിന്, റേഷൻ കടകളൊക്കെ വഴി. അപ്പൊ ഉത്തരം എന്താണ്? ഡി. എല്ലാം വരും. കണ്ടോ, ലോജിക്കലി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അരി ആഹാരം കഴിക്കുന്ന ആർക്കും എഴുതാൻ പറ്റുന്ന കാര്യമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനെ ടഫ് എന്നൊക്കെ പറയുന്നവരോട് ഞാൻ എന്ത് പറയാനാണ്? ഒന്നും ടഫൊന്നും അല്ല. നിങ്ങളുടെ സ്ട്രാറ്റജി തെറ്റാണ്. നല്ല മെന്റേഴ്സിന്റെ അടുത്ത് പഠിക്കണം. നല്ല മെന്റേഴ്സ് പറഞ്ഞു തരുന്നത് കേൾക്കണം. കുറെ പിള്ളേർക്ക് അവർ ഈ മെന്റേഴ്സ് പറയുന്നൊന്നും കേൾക്കൂല. ഈ കുറെ യൂട്യൂബിലും അവിടെ ഇവിടെയും ഒരു പരിചയവും ഇല്ലാത്ത എല്ലാവരും, ഇപ്പൊ യൂട്യൂബ് വന്നപ്പോഴത്തെ ഒരു പ്രശ്നം, എല്ലാവരും മെന്റേഴ്സാണ്. അനുഭവ സമ്പത്തൊന്നും വേണ്ട. 6 മാസം 3 മാസം കോച്ചിങ്ങിന് വരുന്ന ആൾക്കാരും മെന്റേഴ്സാണ്. അപ്പൊ ഇവര് പറയുന്നതായിരുന്നു കേട്ടിട്ട് കുറെ സ്ട്രാറ്റജി ആയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അവര് അത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് കേട്ടിട്ട് അതിൽ വിശ്വസിക്കുക. അവര് നല്ല ആളുകളാണ്, ജെന്യുവൻ ആളുകളാണ്. അവര് പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതുപോലെ ചെയ്യും. അല്ലാതെ തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. ഇനി ഇപ്പൊ ഈ പ്രിലിം ചിലർക്കൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് ഇപ്പൊ തന്നെ കൈവിട്ട് പോയി എന്നുള്ള ഫീലിംഗ് ഉണ്ടായി. പേടിക്കണ്ട. അടുത്ത പ്രിലിമിന് അധികം സമയമൊന്നുമില്ല. ഒരു 7 മാസം കഴിഞ്ഞാൽ അടുത്ത പ്രിലിമുമായിരിക്കും. ടക്കേന്ന് വരും. അതിന് ഞാൻ പറയുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. പത്രം വായനയും ഒക്കെ കൊണ്ടുപോവുക. കറണ്ട് അഫയേഴ്സ് അനലൈസ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും 10 ചോദ്യം ഇത് അബ്സല്യൂട്ടിന്റെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. നമ്മുടെ റിസർച്ച് ടീം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിസർച്ച് ടീമിൽ ഒന്നാണ് അബ്സല്യൂട്ടിനുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ചെയ്യുക. ക്ലാസ്സസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. കുറെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ക്ലാസ് സ്കിപ്പ് ചെയ്യും. നമുക്കൊക്കെ IAS കിട്ടിയ ആളുകളാണ് ക്ലാസ് എടുക്കുന്നത്. അല്ലെ ഇന്റർവ്യൂ വരെ എത്തിയ ഫാക്കൽറ്റീസാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്റർവ്യൂ വരെയൊക്കെ എത്തുക എന്ന് വെച്ചാൽ സർവീസിൽ കയറാനുള്ള യോഗ്യതയുണ്ട്. ഏതെങ്കിലും കാരണത്താൽ മിസ്സായ ഒരാളായിരിക്കും. അയാള് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറണം. ക്ലാരിറ്റി എന്നാലേ കിട്ടത്തുള്ളൂ. അല്ലെ ചിലപ്പോൾ ആ ക്ലാരിറ്റി കിട്ടത്തില്ല. ഡയമെൻഷൻസ് പറഞ്ഞു തരും. അതൊക്കെ ആയിരിക്കും പലപ്പോഴും ഹെൽപ്ഫുൾ ആവുക. ഇന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയാള് കോച്ചിങ് ക്ലാസ് ചേർന്ന് ഒരു 2 മാസം കഴിഞ്ഞു. എന്നാ ഇനി ഞാൻ തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് പഠിക്കുക. എന്നിട്ട് ഇന്നിപ്പോ പ്രിലിം എഴുതിയിട്ട് പുള്ളി തന്നെ പറഞ്ഞു ഒരു 70 മാർക്കിൽ കൂടുതൽ കിട്ടത്തില്ല. എന്താ കാര്യം? മറ്റേ അധ്യാപകരുടെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മുൻപോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടും. 64ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ദ വാല്യൂ ഓഫ് ഇൻഡോ ശ്രീലങ്ക ട്രേഡ് കൺസിസ്റ്റന്റ്ലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. IR ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നും പറയാം. പക്ഷെ ഇത് IR കൂട്ടാനാണ് എനിക്കിഷ്ടം. ബി, ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ട് ഐറ്റം ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. In the last 5 years, Nepal has been the largest trading partner of India in South Asia.
ശരിയാണോ? 3 തെറ്റാണ്. ഒന്നാമത് അറിയാവുന്ന കാര്യമാണ് അല്ലെ? 3 തെറ്റാണ്. ഒന്നെന്താണ്? ഇന്ത്യയുടെ ശ്രീലങ്ക ട്രേഡ് വർദ്ധിക്കുകയാണ് ലാസ്റ്റ് ഡിക്കേഡിൽ. ലാസ്റ്റ് ഡിക്കേഡിലാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്ത് പോയത്? ഇന്ത്യയും ശ്രീലങ്കയും പോയത്. അപ്പൊ 64ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. 2 only ആണ്. ടെക്സ്റ്റൈൽ ആൻഡ് ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ട് ഐറ്റം ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ തുണികളൊക്കെയാണ് നമുക്ക് ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്നത് അല്ലെ? യെസ്. 64ാമത്തെ ചോദ്യം കഴിഞ്ഞു. 65ലേക്ക് പോകുന്നു. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ആർ ഓൾ ദ 4 countries മെമ്പേഴ്സ് ഓഫ് G20? ഞാൻ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മുടെ അബ്സല്യൂട്ടിലെ കൊച്ചുങ്ങളോട് പറഞ്ഞതാണ്, കുട്ടികളോട് പറഞ്ഞതാണ്, G20 നേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഈ ബൈഹാർട്ട് ചെയ്താൽ ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നു, നമ്മൾ പറയുന്ന ഏരിയാസിൽ നിന്ന് വരുന്നു. വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണിത്. 65ൽ ഉത്തരം എ ആണ്. അർജന്റീന, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ടർക്കി G20 വരുന്ന രാജ്യങ്ങളാണ്. ഈ ഇതൊക്കെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ വേൾഡിലെ ഗ്രൂപ്പിംഗ്സ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും? സിവിൽ സർവീസ് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട, അല്ലെ ചുമ്മാ തോന്നുന്ന പാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇത് ധാരാളം പേര് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അടുത്ത വർഷം എൻ്റെ ഒരു വിഷ് നമ്മുടെ അബ്സല്യൂട്ടിലെ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ, അവരെല്ലാം സിവിൽ സർവീസിൽ എത്തണം. അതാണ് എൻ്റെ ഒരു വിഷ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്, കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. കാരണം സിസാറ്റിന് വലിയ കഥയൊന്നുമില്ല. 1/3 കിട്ടിയാൽ പാസ്സാവും അല്ലേ? സിസാറ്റ് എന്റെ മാർക്ക് കൂട്ടത്തില്ല, GS1 ആണ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ GS1 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്ന് വെച്ചാൽ സിസാറ്റ് ജയിക്കരുതെന്നല്ല, സിസാറ്റ് ജയിക്കുകയും വേണം. 65ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ അത് നമ്മളിപ്പോ കണ്ടു, 66 അണ്ടർ കിസാൻ ക്രെഡിറ്റ് സ്കീം. കിസാൻ ക്രെഡിറ്റ് സ്കീം ഒക്കെ പലവട്ടം ഹിന്ദു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളതാണ്. ഷോർട്ട് ടേം ക്രെഡിറ്റ് സപ്പോർട്ട് ഈസ് ഗിവൺ ടു ഫാർമേഴ്സ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസസ്? 66 വർക്കിംഗ് ക്യാപിറ്റൽ for maintenance of farm assets, purchase of combine harvesters, tractors and mini trucks, consumption requirements of farm households, post-harvest expenses, construction of family house and setting up of village cold storage facility. 5 എന്തായാലും വരത്തില്ല. ഫാമിലി ഹൗസ് പണിയാൻ വേണ്ടി അവർ ലോൺ തരുമോ? ഈ അഗ്രികൾച്ചർ ലോൺ തരുമോ? അപ്പൊ 5 നമുക്ക് ഒഴിവാക്കാവേ. അപ്പൊ 5 ഞാൻ ഒഴിവാക്കുകയാണ്. ഏതൊക്കെ ഓപ്ഷൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റും? നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഈ ചോദ്യത്തിലോട്ടൊന്ന് നോക്കിയാട്ടെ. 5 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണെങ്കിൽ എനിക്ക് ഏതൊക്കെ ഒഴിവാക്കാൻ പറ്റും? കണ്ടോ, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കി. 3 എണ്ണം ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഒരെണ്ണേ ഉള്ളൂ. ഏതാ ഉത്തരം? ബി. 1, 3 and 4 only. കൺസ്ട്രക്ഷൻ ഓഫ് ഫാമിലി ഹൗസ്, അതിന് ആരെങ്കിലും കാശ് തരുമോ? അഗ്രികൾച്ചർ ലോൺ തരുമോ? ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി അല്ലേ? നമ്മൾ ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ അബ്സല്യൂട്ട് ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്ത് മിക്കവാറും ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ 27 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും കൂടെ പുറത്തിറക്കുന്നുണ്ട് അബ്സല്യൂട്ട് പബ്ലിക്കേഷൻസ്. നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഇതങ്ങ് ചെയ്യണം. കറക്റ്റ് നമ്മുടെ ആ തലച്ചോറ് ആ രീതി തിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 67, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The weightage of food in consumer price index is higher than that in wholesale price index. Wholesale price index ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എപ്പോഴും പത്രത്തിൽ വാർത്ത വരുന്ന ഒരു കാര്യമാണ്. 2, വെയിറ്റേജ് ഓഫ് ഫുഡ് ഇൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഫുഡിന്റെ വെയിറ്റേജ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനേക്കാൾ കൂടുതലാണെന്നുള്ളതാണ് ഓപ്ഷൻ 1 പറയുന്നത്. ഓപ്ഷൻ 2 പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡസ് നോട്ട് ക്യാപ്ചർ ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് സർവീസസ് വിച്ച് CPI does. 3, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് നൗ അഡോപ്റ്റഡ് WPI as its key measure of inflation and to decide on changing the key policy rates എന്നുള്ളതാണ് ചോദ്യം. 67 ഉത്തരം എന്ന് പറയുന്നത് 1 and 2 only ആണ്. 1 and 2, അതിൽ 3 കറക്റ്റ് അല്ല.
ത്രീ കറക്റ്റ് അല്ല. അപ്പൊ 1 and 2 ആണ് ഉത്തരം. ഹോൾസെയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, CPI, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ എക്കണോമിക് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. കൺസിഡർ ദ ഇപ്പൊ എക്കണോമിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, എല്ലാം ബാലൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബാലൻസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, എല്ലാ ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. കട്ട് ഓഫ് എത്ര വരുന്നുള്ളത് ഞാൻ പറയാം. നമ്മളിപ്പോ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് കട്ട് ഓഫ്. ഈ സെഷൻ കഴിഞ്ഞാൽ ഉടനെ എല്ലാ കാറ്റഗറിയുടെയും കട്ട് ഓഫ് ചെയ്യാൻ പറയാം. മിക്കവാറും നിങ്ങൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കണം, ഈ കട്ട് ഓഫ് ആണോ വന്നതെന്നുള്ളത് എന്നോട് പറയണം. കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ്. 68. നോക്കൂ, നിങ്ങൾ പത്രം വായിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന കാര്യമാണ്. ഞാനിത് പണ്ട് എന്റെ പ്രിപ്പറേഷന്റെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട നദികള് അതെങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പ്രിലിം പ്രിപ്പയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ 10-11 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ 68ാമത്തെ ചോദ്യം, ഉത്തരം വിച്ച് ഓഫ് ദ പേയേഴ്സ് ഗിവൺ എബോ ഈസ് ആർ കറക്റ്റ്? മേക്കോങ് ആൻഡമാൻ സീയിലേക്കാണോ റിവർ മേക്കോങ് വരുന്നത്? തെറ്റാണ്. തെയിംസ് ഐറിഷ് സീയിലാണോ തെയിംസ് പോകുന്നത്? തെയിംസ് നദി ഐറിഷ് സീയിലാണോ? അല്ല, തെറ്റാണ്. വോൾഗ കാസ്പിയൻ സീയിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് റൈറ്റ്. സാംബസി ഇന്ത്യൻ ഓഷ്യനിലേക്കാണ് വരുന്നത് അല്ലേ? അപ്പൊ 68ാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ്. 3 and 4 ഓൺലി. അടുത്ത 69. അതൊക്കെ ട്രഡീഷണൽ ഈ മാപ്പിംഗ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ട്രഡീഷണലി പഠിച്ചു പോകുന്ന ഏരിയാസിൽ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമേ ചിലപ്പോൾ കിട്ടിയുള്ളൂ. പക്ഷെ എന്താണ് അത് പഠിച്ചു പോയവർക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലെ? കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ദ കേസ് ഓഫ് ഓൾ cereals, pulses and oil seeds, the procurement at minimum support prices is unlimited in any state of Union Territory of India. The case of cereals and pulses, the MSP is fixed in any state of or Union Territory at a level to which the market price will never rise. 69ാമത്തെ ചോദ്യം എന്താണ്? അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ അറിയാം ഫൂളിഷ്നെസ് ആണ്. മാർക്കറ്റ് പ്രൈസ് ഒരിക്കലും ഹൈക്ക് ചെയ്യാത്ത രീതിയിലാണ് MSP ചെയ്തിരിക്കുന്നത്. MSP യുടെ ഉദ്ദേശം തന്നെ എന്താ? മിനിമം പ്രൈസ് കൊടുക്കുക. ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ നെൽകൃഷിയുണ്ട്. അപ്പൊ എല്ലാ വർഷവും നെല്ലിനൊരു താങ്ങുവില ഗവൺമെന്റ് നിശ്ചയിക്കും. അത്രയൊക്കെയാണ് നടത്തുന്നത്. അപ്പൊ മിനിമം ആ എമൗണ്ടിനാണ് അവര് പർച്ചേസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിന്റെ അർത്ഥം മാർക്കറ്റ് വില കൂടത്തില്ല എന്നല്ല, ചിലപ്പോൾ വില കൂടാം, അത് കഴിഞ്ഞും കൂടാം. മിനിമം ആ എമൗണ്ട് എന്തായാലും അവർക്ക് ലഭിക്കും. അപ്പോൾ ഉത്തരം എന്താണ്? ഉത്തരം 69, ഓപ്ഷൻ നമ്പർ എ ആണ്. എ ആണ് ശരി ഉത്തരം. അപ്പൊ ആദ്യത്തെ തന്നെയാണ്. 70. ഇപ്പൊ തീരും നമ്മള്. ഇനി ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ മിസ്സിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇന്ത്യൻ എക്കോണമിയുമായി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ എന്താണ് പ്രധാനപ്പെട്ടത്? ഇത് എൻ്റെ എക്കണോമി പുസ്തകത്തിലൊക്കെ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. സോ വിത്ത് റെഫറൻസ് ടു കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇസ് എ ലോങ് ടേം ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു എ കോർപ്പറേഷൻ. ഇല്ല, തെറ്റാണ്. 3, കോൾ മണി ഇസ് എ ഷോർട്ട് ടേം ഫിനാൻസ് യൂസ്ഡ് ഫോർ ഇന്റർബാങ്ക് ട്രാൻസാക്ഷൻ. കോൾ മണി അതാണ് എന്നുവെച്ചാൽ ഒരു 10-12 ദിവസത്തേക്ക് ഇപ്പൊ 2 ബാങ്ക്, ICICI ബാങ്കിന് 1000 കോടി വേണം, അവരുടെ കാശില്ല, അവർ SBIയുടെ 1000 കോടി വാങ്ങിക്കും, അവരുടെ എക്സ്ട്രാ 1000 കോടിയാണ്. ഇതിന് നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന പൈസയേക്കാൾ കൂടുതലായിരിക്കും. ബേസിക്കലി നമ്മൾ ഈ ബാങ്കിങ് സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ ഏത് ഫാക്കൽറ്റിയും പഠിപ്പിച്ചു വിടുന്ന സാധനമാണ് ഈ കോൾ മണി എന്ന് എന്താണ് അതത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്കണോമി പഠിക്കുന്ന ആർക്കും എഴുതാൻ പറ്റുന്ന, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അപ്പൊ സിയുടെ ഉത്തരം 1 and 3 ഓൺലി ആണ്. സീറോ കൂപ്പൺ ബോൺസ് ആർ ദ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഷോർട്ട് ടേം ബോൺസ് ഇഷ്യൂഡ് ബൈ ദ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു കോർപ്പറേഷൻ. അല്ല, അതും തെറ്റാണ്. സോ 1 and 3 ഓൺലി. അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നോർമൽ ഒരു എക്കണോമിക് ക്വസ്റ്റ്യൻ. 71, വിത്ത് റെഫറൻസ് ടു ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം. പരിവർജക, ഇതില് ഏത് പേരാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. 71B ആണ് ശരി. 1 and 3 പരിവർജക
renunciant and wanderer, ശരിയാണ്. B 3 ഉപശാഹ, lay follower of Buddhism, ശരിയാണ്. അപ്പൊ ഷമാന തെറ്റാണ്. 12 ശരിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പേപ്പർ തന്നിരിക്കുന്ന ആൾ എഴുതിയിരിക്കുന്നത് ശരിയാണ്. സന്തോഷം. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ച് എഴുതട്ടെ, അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ. അഫ്സലുല്ല കുട്ടിയുടെ പേപ്പർ തന്നെയാണ് എൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അവരൊക്കെ നന്നായിട്ട് എഴുതുന്നു എന്നറിയുന്നതിൽ സന്തോഷം. 72 വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എലിഫന്റ്സ് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ ലീഡർ ഓഫ് ആൻ എലിഫന്റ് ഗ്രൂപ്പ് ഈസ് എ ഫീമെയിൽ. ആണോ? ഒബ്സർവേഷനിലൂടെ കിട്ടുന്ന, അല്ലെ ഈ ആർട്ടിക്കിൾസ് റീഡിങ്ങിലൂടെ കിട്ടുന്ന സംഗതിയാണ്. ആനകളുടെ കൂട്ടത്തിൽ നേതാവ് എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. The maximum gestation period can be 22 months. An elephant can normally go calving till the age of 40 years only. Among the states of India, the highest elephant population is in Kerala. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ളത്, അല്ലേ? നമ്മുടെ തെറ്റിദ്ധാരണയാണ്. 72 ഉത്തരം എ ആണ്, അല്ല കേരളത്തിലല്ല. 1 and 2 ആണ് ഉത്തരം. 1 and 2 ആണ് ഉത്തരം വരുന്നത്. ഇപ്പൊ കേരള എന്നുള്ളത് അത് പലർക്കും അത് ഒഴിവാക്കിയാൽ തന്നെ കറക്റ്റ് ആൻസർ കിട്ടും. അവിടെ ആ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന കേരള ആളുകൾ, ഈ തൃശ്ശൂർ പൂരം ഒക്കെ ഉള്ളപ്പോൾ ആളുകൾ വിചാരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ എലിഫന്റ്സ് എന്നുള്ളത് വിചാരിക്കും. 73 വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ ലൊക്കേറ്റഡ് ഇൻ കാവേരി ബേസ്. ഇത് ഈവൻ ഹിന്ദുവിന്റെ ഈയിടെ റീസെന്റ് ഒരു കറണ്ട് അഫയേഴ്സിൽ ഞാൻ ചർച്ച ചെയ്തതാണ്. അത് സി ആണ് ഉത്തരം. 1, 3 and 4 നാഗർഹോള, പിന്നെ സത്യമംഗലം, വയനാട്. അതില് പാപ്പിക്കൊണ്ട നാഷണൽ പാർക്ക് അവിടെ വരുന്നതല്ല. ഇപ്പൊ നാഷണൽ പാർക്കൊക്കെ വായിച്ചു പോകുമ്പോൾ ഡയറക്റ്റ് കിട്ടുന്ന കാര്യം IFSന്റെ പ്രിലിമും സിവിൽ സർവീസിന്റെ പ്രിലിമും സെയിം ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടുന്ന് വരുന്നതാണ്. 74 വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി സീലോൺ, ഫ്രോഗ് മൗത്ത്, കോപ്പർസ്മിത്ത് ബാർബറ്റ്, ഗ്രേ ചിൻഡ് മിൻവെറ്റ് ആൻഡ് വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്ട്രാറ്റ് ആർ. ഇത് ഒക്കെ വാർത്തകളിലും ഒക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ അത് എന്താണ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇതെന്താണ്? കോപ്പർ സ്മിത്ത് ബാർബറ്റ്, ആ പേര് കേൾക്കുമ്പോൾ ഇത് ബേർഡ് ആണോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഗ്രേ ചിൻഡ് മിനിവെറ്റ്, വൈറ്റ് ത്രോട്ടഡ് റെഡ് സ്റ്റാർട്ട്, ഇതെല്ലാം ബേർഡ്സ് ആണ്. ഉത്തരം എ ആണ്. 74 ഉത്തരം എ. അതൊക്കെ ഒബ്സർവേഷൻ വഴി അല്ലെങ്കിൽ ജനറൽ റീഡിങ് വഴി നമുക്ക് കിട്ടുന്ന സംഗതികളാണെന്ന് മനസ്സിലാക്കുക. ഇനി 75 വിച്ച് വൺ ഓഫ് ദ following protected areas is well known for the conservation of a subspecies of the Indian sam deer that thrives well on hard ground and is exclusively graminivorous. 75th question ഉത്തരം കൻഹ നാഷണൽ പാർക്കാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ നാഷണൽ പാർക്സ് പഠിക്കുമ്പോൾ നിങ്ങളൊരു ബോക്സിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആനിമൽസ് ഏതാണെന്നുള്ളത് എഴുതി വെക്കണം. ഇത് UPSC സ്ഥിരം ചോദിക്കുന്ന ഒരു ഏർപ്പാടാണ്. വർഷങ്ങളായിട്ട് ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ തൊട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ തന്നെ ഒത്തിരി പഠിക്കാൻ നമുക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാനും പറ്റും. അപ്പൊ അതൊരു ടഫ് അല്ല. അടുത്തത് നോക്കൂ. അതേ സമാനമായ രീതിയിൽ അടുത്തൊരു ചോദ്യം, ദ സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി മെറ്റീരിയൽ ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ്. 76ാമത്തെ ചോദ്യമാണ്. 76ൽ നമ്മൾ കാണുന്നു ഉത്തരം ഡി ആണ്. 1, 2 and 3 മൂന്നും ശരിയാണ്. പ്രൊഡക്ഷൻ ഓഫ് സിമെന്റ്, അഗ്രികൾച്ചറൽ സോയിൽ, കൺസ്ട്രക്ഷൻ ഓഫ് എ ബേസ് റോഡ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ സ്ലാഗ്. അത് പത്രത്തിൽ വാർത്തയായിട്ട് വന്ന ഒരു സംഗതി തന്നെയാണ് കേട്ടോ. അതാണ് ഈ പത്രം വായനയും പ്രധാനമാണ് എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇപ്പൊ എല്ലാം ഒന്നും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടോ? വേണ്ട. കട്ട് ഓഫ് ഞാൻ പറയാം, എത്ര വരും എന്നുള്ളത് പറയാം. അപ്പൊ എത്ര ഉത്തരം ശരിയായാൽ കയറി പോകുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സെഷൻ ഇപ്പൊ കഴിഞ്ഞ ഉടനെ പറഞ്ഞുതരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മോസ്റ്റ് ലൈക്ലി പ്ലേസസ് ടു ഫൈൻഡ് ദ മസ്ക് ഡിയർ ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ്? ഇപ്പൊ മുമ്പ് പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ്, അല്ലെ? ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 77 ആസ്കോട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഒപ്പം ഗംഗോത്രി നാഷണൽ പാർക്ക്. 1 and 2 ഓൺലി ആണ് ശരി. 77 എ ആണ് ശരി.
78. In rural road construction, the use of which of the following is preferred for ensuring environmental sustainability or to reduce carbon footprint? റൂറൽ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്കും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനും ചെയ്യുന്ന പരിപാടി എന്താണ്? കോപ്പർ സ്ലാഗ്, ഗോൾഡ് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി, ജിയോ ടെക്സ്റ്റൈൽസ്, ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി, പോർട്ട്ലാൻഡ് സിമെന്റ്. 78. 78ന്റെ ഉത്തരം. അതില് ഒരു സംഗതി നിങ്ങൾ ഇവിടെ കേരളത്തിലെ റൂറൽ റോഡുകളിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ജിയോ ടെക്സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? കയറ് വിരിക്കും റോഡിൽ. നമ്മുടെയൊക്കെ ഇവിടെ നാട്ടില് ഈ കയർ ഇങ്ങനെ അടിച്ചു വിരിക്കുന്നതാണ് ഈ റൂറൽ റോഡിൽ, എന്ന് വെച്ചാൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ജിയോ ടെക്സ്റ്റൈല് ഉറപ്പായിട്ടും ഉണ്ട്. 3 ഉണ്ട്. അപ്പൊ ഇനി ഞാൻ നോക്കുകയാണ് 3 വരുന്ന ഓപ്ഷൻ ഏതാ? 3 വരുന്ന 2 ഓപ്ഷനുള്ളൂ. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ ബിയും അല്ലെ? 2 ഓപ്ഷൻ. അപ്പൊ ഞാൻ എത്തിച്ചു. ഇനി അതില് ഓപ്ഷൻ എ പറയുന്ന എന്താണ്? ഓപ്ഷൻ എ പറയുന്ന 1, 2 and 3 ഓൺലി. കോപ്പർ സ്ലാഗ്, ഗോൾഡ് മിസ് അസ്ഫാൾട്ട് ടെക്നോളജി, ജിയോ ടെക്സ്റ്റൈൽസ്. ഓപ്ഷൻ 3 കോപ്പർ സ്ലാഗ് ഒഴിവാക്കുന്നുണ്ട്. 2, 3 and 4 ആണ് പറയുന്നത്. ഹോട്ട് മിക്സ് അസ്ഫാൾട്ട് ടെക്നോളജി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 78 ഓപ്ഷൻ എ. 1, 2 and 3 ഓൺലി. ഓപ്ഷൻ എ. 79ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന കേട്ടോ. ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് അഫയേഴ്സ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് വന്നിട്ടുള്ള സംഗതികൾ തന്നെയാണ്. ഹിന്ദുവിലും വന്ന വാർത്തയാണ്. 79. ഈ കറണ്ട് അഫയേഴ്സ് വന്നിരിക്കുന്ന എല്ലാം ഹിന്ദു പത്രത്തിലെയാണ്. ഞാൻ ഇനിയെങ്കിലും നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇൻസൈറ്റും വിഷനും ഒക്കെ നോക്കി സമയം വെറുതെ കളയരുത്. പോപ്പുലർ മെറ്റീരിയലിന് UPSC ചോദ്യം ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഏർപ്പാടെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന് പത്രം വായിച്ചു പോവുക, എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു കണ്ടന്റ് നോക്കുക. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ് നോക്കുക എന്ന് പറയുന്നതിനർത്ഥം പത്രം ഒഴിവാക്കണം എന്നല്ല. പത്രം പാരലി വായിച്ച് തന്നെ പോകുക കേട്ടോ. അതെപ്പോഴും നിങ്ങളെ സഹായിക്കും. 79. കോളാഷ് കണ്ടെയ്ൻസ് ആർസനിക്, ലെഡ് ആൻഡ് മെർക്കുറി. കോളാഷ് ഇതും പത്രത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. Coal fired powder contains release of sulfur dioxide and oxides of nitrogen into environment. High ash content is observed in Indian coal. ഇതും ഹിന്ദുവിൽ ഒരു 2-3 വർഷങ്ങളായിട്ട് പലതവണ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഉത്തരം ഡി ആണ്. 1, 2 and 3 3 ശരിയാണ്. 80ലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബയോകാർ ഇൻ ഫാമിംഗ്? ബയോകാർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് മീഡിയം ഇൻ വെർട്ടിക്കൽ ഫാമിംഗ്. 80ാമത്തെ ചോദ്യം. 80 ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. 3 ഓപ്ഷനും ശരിയാണ്. When biochar is part of growing medium, it promotes the growth of nitrogen fixing. Biochar is part of growing medium. It enables the growth of medium to retain water for longer time. വെള്ളം കൂടുതൽ നിൽക്കും. അപ്പൊ ബയോകാർ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. പലപ്പോഴും പത്രത്തിൽ വന്നൊരു സംഗതി തന്നെയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ആര്യ എന്നുള്ള ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. If a particular plant species is placed under Schedule 6 Environment and Ecology of the Wildlife Protection Act 1972, what is its implication? Wildlife Protection Act ഒക്കെ എൻ്റെ പുതിയ പുസ്തകം വരുന്നുണ്ട്, പരിസ്ഥിതി ശാസ്ത്രം. വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഇറങ്ങും. നമ്മൾ വലിയൊരു വിപ്ലവത്തിലേക്ക് എത്തി. എല്ലാ സിവിൽ സർവീസ് പുസ്തകങ്ങളും മലയാളത്തിൽ ലഭ്യമാണ് ഇപ്പോൾ അല്ലെ? നമ്മൾ ഇംഗ്ലീഷ് മാർക്കറ്റിലേക്ക് കൂടെ ഇറങ്ങുന്നു. വലിയൊരു സന്തോഷത്തോടെ പങ്കുവെക്കട്ടെ. ആദ്യത്തെ പുസ്തകം എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നു. ഒപ്പം കഴിഞ്ഞ 27 വർഷത്തെ ചോദ്യപേപ്പറുകൾ അടങ്ങിയ നമ്മുടെ പുതിയ പുസ്തകം വരുന്നു. മെയിൻഡ് ആൻസേഴ്സ് എങ്ങനെ എഴുതണം, അതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലുള്ള പുതിയ പുസ്തകവും ഉടൻ തന്നെ വരുന്നു. 81 ഉത്തരം ബി ആണ് ശരിയായ ഉത്തരം. സച്ച് പ്ലാൻ കനോട്ട് ബി കൾട്ടിവേറ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. എന്നുവെച്ചാൽ ഈ പ്ലാന്റ് സ്പീഷീസ് ഇസ് പ്ലേസ്ഡ് അണ്ടർ ഷെഡ്യൂൾ 6th ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പെടുന്നത്. അത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കഞ്ചാവ് വീട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ഈ എനിക്ക് തോന്നുന്നു അതുപോലെ ഈ ഓരോ ചില സ്പീഷീസിൽ അങ്ങനെ പറയുന്നുണ്ട്, റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. 82 വിത്ത് റെഫറൻസ് ടു ദ പീരീഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. ആൻഷ്യന്റ് ഇന്ത്യ തവണ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇതിൽ ആൻഷ്യന്റ് ഇന്ത്യ ഒക്കെ ഒഴിവാക്കുന്ന ഏരിയയാണ്. എനിക്ക് വലിയൊരു സന്തോഷമുള്ളത്, RS ശർമ്മയുടെ ആൻഷ്യന്റ് ഇന്ത്യ ആയിരുന്നു മലയാളം നേരത്തെ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ആൻഷ്യൻ ഇന്ത്യ, പ്രാചീന ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു RS ശർമ്മയിലില്ലാത്ത ഒത്തിരി കാര്യങ്ങള് നമ്മുടെ ആൻഷ്യൻ ഇന്ത്യ പുസ്തകത്തിലുണ്ടായിരുന്നു. വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യം. അപ്പൊ 82 വിത്ത് റെഫറൻസ് ടു ദ പീരീഡ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി in India, the towns Gandashala, Khadura and Chaul were well known as ports handling foreign trade. A ആണ് 82A ആണ് കേട്ടോ. 82A. 83 സീറോ ടില്ലേജ് ഇൻ അഗ്രികൾച്ചർ. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇത് ഈ വാർത്തകളിലൊക്കെ ഉള്ള ഒരു സംഗതി. സീറോ ടില്ലേജ് 83. ഉത്തരം 83 ഉത്തരത്തിലേക്ക് പോകുമ്പോൾ 3 ഓപ്ഷനും ശരിയാണ്. കാർബൺ സെക്വറേഷൻ ഇൻ ദ സോയിൽ ഈസ് പോസിബിൾ without the need for nursery of rice saplings. Direct planting of paddy seeds in the wet soil is possible. Sowing of wheat is possible without burning the residue of previous corn. അതിനെയാണ് സീറോ ടില്ലേജ് ഇൻ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ടില്ലേജ് ഇല്ലാതെ തന്നെ കൃഷി നടത്തുന്നത്. അപ്പൊ ഉത്തരം ഡി ആണ് 83 ഡി. 84 അക്കോർഡിംഗ് ടു ദ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ്. ബയോഫ്യൂവലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ഉറപ്പായിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നോക്കണം എന്ന് എപ്പോഴും പറയുന്ന ഒരു ഏരിയ ആണ് ബയോഫ്യൂവൽ. താഴെ പറയുന്നതിൽ ശരി ഏതാണ്? എ ആണ് ഉത്തരം. 1, 2, 5 and 6 റോ മെറ്റീരിയൽസ് ബയോഫ്യൂവലിന്. കസാവയുണ്ട്, ഡാമേജ്ഡ് വീറ്റ് ഗ്രെയിൻസ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട് സീഡ്സ് യൂസ് ചെയ്യാറില്ല, ഹോഴ്സ് ഗ്രാം യൂസ് ചെയ്യാറില്ല, മുതിര അല്ലെ യൂസ് ചെയ്യാറില്ല, റോട്ടൺ പൊട്ടറ്റോസ് ഉണ്ട് യൂസ് ചെയ്യും, ഷുഗർ ബീറ്റ് യൂസ് ചെയ്യും. അപ്പൊ അത്ര എണ്ണം ഉണ്ട്. ഇതും മിക്കവാറും ആർട്ടിക്കിൾസ് വരുന്ന ഒരു സംഗതിയാണ്. ഇപ്പം 84th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 1, 2, 5 and 6 എ ആണ്. 85th question. Which one of the following statement best describes the term social cost of carbon? Social cost of carbon അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സില് ലോങ് ടേം ഡാമേജ് ഡൺ ബൈ എ ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഇൻ എ ഗിവൺ ഇയർ. എ ആണ് ഉത്തരം. 85 എ ആണ് ഉത്തരം. 86 പോകുന്നു. പൾസ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 86 അതിൽ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ബ്ലാക്ക് ഗ്രാം ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് ബോത്ത് ഖരീഫ് ആൻഡ് റാബി കോർഫ്. ഞാൻ കഴിഞ്ഞ ദിവസം അബ്സല്യൂട്ടിലെ കുട്ടികളോട് ഈ ഖരീഫിനെ കുറിച്ചും റാബിയെ കുറിച്ചും മൺസൂണിനെ കുറിച്ചും ഒക്കെ എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഗ്രാം നമുക്കറിയാം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന എവിടെയൊക്കെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, അത് പൊതുവെ ഒരു ചോദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ പൾസ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതിൽ 1 അത് മാത്രമാണ് ശരി. 86 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 87 ദ ക്രോപ്പ് ഈസ് സബ്ട്രോപ്പിക്കൽ ഇൻ നേച്ചർ. എ ഹാർഡ് ഫ്രോസ്റ്റ് ഈസ് ഇൻജൂറിയസ് ടു ഇറ്റ്. ക്രോപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്ത് രസമാന്ന് നോക്കിയാ ക്വസ്റ്റ്യൻ അല്ലെ. ഇതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. UPSCയുടെ ക്വസ്റ്റ്യൻ ഇടുന്നവരെ സമ്മതിക്കണം. ക്വസ്റ്റ്യനെ അവര് സർഗാത്മകമാക്കി മാറ്റിയിരിക്കുന്നു. ദ ക്രോപ്പ് ഈസ് സബ്ട്രോപ്പിക്കൽ ഇൻ നേച്ചർ. എ ഹാർഡ് ഫ്രോസ്റ്റ് ഈസ് ഇൻജൂറിയസ് ടു ഇറ്റ്. ഇറ്റ് റിക്വയർസ് അറ്റ്ലീസ്റ്റ് 210 frost-free days and 50 to 100 centimeters of rainfall for its growth. A light, well-drained soil capable of retaining moisture is ideally suited for the cultivation of the crops. Which one of the following is that crop? ഈ പ്രത്യേകതകളിലൊക്കെ വളരുന്ന വിഭവം ഏതാണ്? ജൂട്ട് ആണോ, ഷുഗർ കെയിൻ ആണോ, ടീ ആണോ, കോട്ടൺ ആണോ? ഉത്തരം എ ആണ് സുഹൃത്തുക്കളെ. കോട്ടൺ ആണ് ഉത്തരം. 87 എ കേട്ടോ. എ എന്ന് എഴുതിയവർക്കൊക്കെ ഉത്തരം നന്നായി വരും. 88 വിത്ത് റെഫറൻസ് ടു സോളാർ വാട്ടർ പമ്പ്സ് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. 88 അത് ഉത്തരവായിട്ട് വരുന്നത് 88 ഉത്തരം ഡി ആണ്. അത് രണ്ടും തെറ്റാ. സോളാർ പവർ ക്യാൻ ബി യൂസ്ഡ് ഫോർ റണ്ണിങ് സർഫസ് പമ്പ്സ് ആൻഡ് നോട്ട് ഫോർ സബ്മേഴ്സിബിൾ പമ്പ്സ്. അത് തെറ്റാ. സബ്മേഴ്സിബിൾ എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളത്തിലിടുന്ന, ഇപ്പൊ കിണറ്റിലേക്ക് നമ്മൾ വെള്ളത്തിലിടുന്ന പമ്പ വീട്ടിലേക്ക്. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കിണറ്റിന് വെള്ളത്തിലേക്ക് ഇടുന്ന പമ്പ. നേരത്തെ പുറത്തായിരുന്നു പമ്പ് വെച്ചത്. സോളാർ പവർ ക്യാൻ ബി യൂസ്ഡ് ഫോർ റണ്ണിങ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആൻഡ് നോട്ട് ദ വൺസ് വിത്ത് പിസ്റ്റൺ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല.
അല്ലെ? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് രണ്ടും തെറ്റാണെന്നുള്ളത്. അപ്പൊ ഡി ആണ് ഉത്തരം. 89 നമ്മൾ തീരാൻ പോകുന്നു. കട്ട് ഓഫ് ഒക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. 89 ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിത്ത് റെഫറൻസ് ടു കറന്റ് ട്രെൻഡ്സ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് ഷുഗർ കെയിൻ ഇൻ ഇന്ത്യ. ഈ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അഗ്രികൾച്ചറൽ പാറ്റേൺ. അഗ്രികൾച്ചർ മെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴും ചോദ്യം വരും. ഇന്ത്യയിൽ 6ൽ 4 പേര് കർഷകരാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖല, സോയിൽസ്, അഗ്രികൾച്ചർ, ഇതൊക്കെ എപ്പോഴും UPSCയുടെ ഫേവറേറ്റ് ഏരിയ. 89ന്റെ ഉത്തരം സി ആണ്. സി എന്ന് പറയുമ്പോൾ 1 and 4 ഇത് രണ്ടുമാണ് ശരി. ഷുഗർ കെയിൻ ക്യാൻ ബി കൾട്ടിവേറ്റഡ് യൂസിങ് seedlings prepared from tissue culture. A substantial saving in seed material is made when bud chip seedlings are raised in a nursery and transplanted to main field. In the context of India, which of the following are considered to be eco-friendly agriculture? Eco-friendly agriculture വരുന്നത് crop diversification eco-friendly ആണ്. പല വിളകൾ. legume intensification ആണ്, eco-friendly ആണ്. ടെൻസിയോമീറ്റർ യൂസേജ് eco-friendly ആണ്. വെർട്ടിക്കൽ ഫാമിംഗ് eco-friendly ആണ്. ഓൾ ഡി ആണ് ഉത്തരം. 90D. 91 ഫെർട്ടിഗേഷൻ, അഗ്രികൾച്ചറൽ ഫെർട്ടിഗേഷന്റെ പ്രത്യേകത. 91 ഉത്തരം 2, 3 and 4 ഡി ആണ്. efficient application of rock phosphate, increased availability of nutrients, reduction of leaching. ഡി ആണ് ഉത്തരം കേട്ടോ. 91. 92ലേക്ക് നമുക്ക് പോകാം. 92ലേക്ക് പോകുമ്പോൾ കൺസിഡർ ദ ഫോളോവിങ്. അതിൽ ഉത്തരം 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒഫീഷ്യലി മേജർ മിനറൽ 4 സിലിമനൈറ്റ് മാത്രമാണ് വരുന്നത്. മിനറൽസ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് മിനറൽസിന്റെ ധാതുക്കൾ ഉള്ളത്? എപ്പോഴും ചോദ്യം വരുന്ന ഏരിയയായ നമ്മൾ നോക്കി പോകണം കേട്ടോ. ഇതൊക്കെ ഇന്ന് തന്നെ നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് നോക്കി പോവുക. അത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിപ്പോവാം. അടുത്തത് 93rd question. With reference to ocean mean temperature, OMT, which of the following statements is are correct? 93 ഉത്തരം ബി ആണ്. 2 only. OMT collected during ocean mean temperature January, March and can be used in assessing whether the amount of rainfall in monsoon will be less or more than a certain long term mean. 93 കേട്ടോ, ബി. 94 with reference to chemical fertilizers in India, consider the following statement. chemical fertilizers ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരം ബി ആണ്. 2 and 3 ആണ് ഉത്തരം. At present, a retail price of chemical fertilizers is market driven and not administrated by government. ഒട്ടത്തെറ്റല്ലേ? ഈ വളങ്ങൾ എപ്പോഴും ഗവൺമെന്റ് കൺട്രോളിലേ അവർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഏതൊക്കെ എനിക്ക് ഒഴിവാക്കാം? എനിക്ക് ഈ ഒന്ന് വരുന്ന 2 എയും ഡിയും ഒഴിവാക്കാം. പിന്നെ ബിയും സിയും ആണുള്ളത്. അമോണിയ വിച്ച് ഇസ് ആൻ ഇൻപുട്ട് ഓഫ് യൂറിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ്, ശരിയാണ്. സൾഫർ വിച്ച് ഇസ് എ റോ മെറ്റീരിയൽ ഫോർ ഫോസ്ഫറിക് ആസിഡ് fertilizer is a byproduct of oil refineries, അതും ശരിയാണ്. ഉത്തരം ബി. 94 ഉത്തരം ബി ആണ്. 95ലേക്ക് ഞാൻ പോകുന്നു. വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് ഡെസേർട്ട് നാഷണൽ പാർക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നാഷണൽ പാർക്കിൽ നിന്ന് വന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നാഷണൽ പാർക്ക്, അതുപോലെ ബയോസ്ഫിയർ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇവയിൽ നിന്നൊക്കെയുള്ള ഏരിയാസ് ഒക്കെ നിന്ന് കവർ ചെയ്യും. ധാരാളം ക്വസ്റ്റ്യൻസ് അടുത്ത പ്രിലിമിനും വരും. 95 ഉത്തരം ഈ ഡെസേർട്ട് നാഷണൽ പാർക്കുമായിട്ടുള്ള ഉത്തരം 1 and 3. ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ 2 districts. കറക്റ്റ് ആണ്. ദർ ഇസ് നോ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻസൈഡ് ദ പാർക്ക്. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 95 ഉത്തരം സി ആണ്. 1 and 3 ഓൺലി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡെസേർട്ട് നാഷണൽ പാർക്കിലാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് 2 ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത് അറിയാം. ഹ്യൂമൻ ഹാബിറ്റേഷൻ ഉണ്ട്, അതിനകത്തുണ്ട്, സ്വാഭാവികമായിട്ടും വരും, ഇതിനിടയ്ക്ക് വരുന്നതാണ്. 1 and 3 അതാണ് ശരി ഉത്തരം. സി എന്നുള്ളതാണ് ശരി ഉത്തരം. 96ലേക്ക് പോകാം. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. എപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നതാണ്. സിയാച്ചിൻ ഗ്ലേസിയർ. സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. 96
നോർത്ത് ഓഫ് നുബ്ര വാലി. ഹിന്ദുവിൽ എല്ലാ ദിവസവും അവർ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ 97 പോകുന്നു. ഹിസ്റ്ററി ഒരുപാട് വന്നു അല്ലേ തവണ, പ്രത്യേകിച്ച് ആൻഷ്യൻ ഇന്ത്യ എന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. ഫേമസ് പ്ലേസ്, പ്രസന്റ് സ്റ്റേറ്റ്, അതായത് പഴയ നിങ്ങളെ പഠിക്കുമ്പോൾ പഴയ മാപ്പ് ഇപ്പൊ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നത് ബിൽസ മധ്യപ്രദേശാണ്, ദ്വാരസമുദ്ര മഹാരാഷ്ട്ര, ഗിരിനഗർ ഗുജറാത്ത്, സ്തനസ്വര ഉത്തർപ്രദേശ്. 97 ഉത്തരം എ ആണ്. 1ഉം 3 മാത്രമേ ശരിയുള്ളൂ. 1 ശരിയാണ്, MP ആണ്. ഗിരിനഗർ ഗുജറാത്തുമാണ്. രണ്ടും ശരി. ഒരു 5 ചോദ്യം ഞാൻ ആദ്യം മിസ് ചെയ്തോണ്ട് അത് ഞാനിപ്പോ നിങ്ങൾക്ക് അതോടെ ഞാനിപ്പോ പറഞ്ഞു തരാം. ഒരു പേജ് മിസ്സായിരുന്നല്ലോ, അത് ഒരു 1 പേജ് ആ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 97 ഞാൻ പറഞ്ഞു, 98 പറഞ്ഞില്ല. 98 മിസ്സിംഗ് പേജ് ഞാൻ ഒന്ന് മെയിൽ അയക്കുകയാണ്. എനിക്ക് തന്നെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. 98 നോക്കുക. 36% ഇന്ത്യയിലെ ഡിസ്ട്രിക്റ്റുകൾ ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ. ഇന്ത്യയിലാണ് ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 98 ഓപ്ഷൻ ബി ആണ്. ടു ആൻഡ് 3 അതാണ് ശരി ഉത്തരം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ ഇന്ത്യയിലാണ്. ഓവർ എക്സ്പ്ലോയിറ്റഡ് ഓർ ക്രിട്ടിക്കൽ 30% ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട്സ് എന്നുള്ളത് തെറ്റാണ്. ഇനി നമ്മളടുത്ത് 99 പോവുകയാണ്. സംസാരിച്ച് എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. 1-2 മണിക്കൂറായല്ലേ? 11:30 രാവിലെ എനിക്ക് നാളെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഉള്ളതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ജെറ്റ് സ്ട്രീംസ് ഒക്യൂർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്. NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആണോ? NCERT +1 +2 ജോഗ്രഫി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 99 only some cyclones develop an eye. 3 the temperature inside the eye of a cyclone is nearly 10 degrees lesser than that of the surroundings. ഉത്തരം സി ആണ്. 2 only, അത് മാത്രമാണ് ശരി. 99 സി. 100ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. Among the following tiger reserves, which one has the largest area under critical tiger habitat? ഹിന്ദുവിൽ വന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെന്റ് റിലേറ്റഡ് എന്നും വേണേ പറയാം. 100. അപ്പൊ എത്ര ടഫ്നെസ് ഒന്നും ഇല്ല. ആളുകൾ പകുതിയും പറഞ്ഞു പേടിപ്പിക്കും. ഇത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നേക്കുന്നത്. വെറുതെ മനുഷ്യനെ പറഞ്ഞു പേടിപ്പിക്കുന്നത്. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ആർക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. എന്തായാലും നമ്മൾക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിന് ഇത്രയും ഒരു സ്വീകാര്യത ലഭിച്ചതിൽ. ഇപ്പം നമ്മളുടെ പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് അത് വളരെ വിജയകരമായി എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്നു. 6ാമത്തെ ചോദ്യം, 6 തൊട്ട് ഉള്ള കുറച്ച് ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതിവിടെ ഞാൻ പറയുകയാണ്.
ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, among the budget the financial minister also places other documents before the parliament which include the macroeconomic framework statement. The aforesaid document is presented because this is mandated by ഏതാണ് ഉത്തരം? mandated by D ആണ്, provisions of the Fiscal Responsibility and Budget Management Act 2003. ബജറ്റ് നമ്മുടെ എക്കണോമിയിലെ ഒരു തീം, ഒരു ടോപ്പിക് ആണ് ബജറ്റ്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. 7. A constitutional government by definition is a direct political question ആണ്. ഏതാണ് വരിക? ഏഴാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം D ആണ്, ലിമിറ്റഡ് ഗവൺമെന്റ്. മൾട്ടി-പാർട്ടി ഗവൺമെന്റ്, പോപ്പുലർ ഗവൺമെന്റ്, ഗവൺമെന്റ് ബൈ ലെജിസ്ലേച്ചർ, ലിമിറ്റഡ് ഗവൺമെന്റ് എന്നുള്ളത്. 8. Other than the fundamental rights, which of the following parts of the Constitution of India reflects the principles and provisions of the Universal Declaration of Human Rights? അതിനെക്കുറിച്ച് എവിടെയാണ് പറയുന്നത് എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ഇൻ ദ പ്രിയാമ്പിൾ. ഓപ്ഷൻ എ 1 and 2 പ്രിയാമ്പിളിലും ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും ഉണ്ട്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 9th ക്വസ്റ്റ്യൻ, ഇത് ഞാൻ മുമ്പ് വിട്ടുപോയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. In India, legal services authorities provide free legal services to which of the following type of citizens? Legal service authority നമ്മൾ പത്രങ്ങളിലൊക്കെ എപ്പോഴും വാർത്ത വരുന്നതാണ്. 9ന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, 1 and 2. Person with annual income of less than 1 lakh, transgender with annual income of less than 2 lakh. അതിൽ മൂന്നാമത്തേതും നാലാമത്തേതും കറക്റ്റ് അല്ല. ഓപ്ഷൻ എ, 9ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി. 10ാമത്തെ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. 10 ഡിസ്കസ് ചെയ്തിരുന്നോ? ചെയ്തില്ല അല്ലേ? 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം, 10ന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, 1 and 3 ഓൺലി. ഈ പേയേഴ്സിൽ ഇന്റർനാഷണൽ എഗ്രിമെന്റും സബ്ജക്റ്റും ആണ്. അപ്പൊ ഇതും IR-ഉമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്. അപ്പോ 10C 1 and 3. 1 ശരിയാണ്, അൽമ അറ്റ ഡിക്ലറേഷൻ, ഹെൽത്ത് കെയർ ഓഫ് ദ പീപ്പിൾ. 3 തലാനോവ കൺവെൻഷൻ, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഡിസ്കഷൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, മനസ്സ് വെച്ചാൽ കീഴടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിവിൽ സർവീസ് പ്രിലിമിനറിയിലുള്ളത്, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. കുറെ പേര് ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കും, ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറയും. അത് ഞാൻ ഇന്നലെ തന്നെ ഒരു സ്ട്രാറ്റജിയിൽ പറഞ്ഞതാണ്. ചിലർക്ക് സയൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം കയറി വന്നപ്പോൾ ഫിയർ തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കി ബാക്കിയുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്തു പോകുക. പൊളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എൻ്റെ ഒരു അനാലിസിസിൽ ഞാനിവിടെ ഏകദേശം ഒരു കട്ട് ഓഫ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അസസ്മെന്റിൽ എനിക്ക് തോന്നുന്നു ജനറൽ കട്ട് ഓഫ് ഇത്തവണ വരാൻ സാധ്യതയുള്ളത് 95 മാർക്കാണ്. 95 കട്ട് ഓഫ് കുറയാനാണ് സാധ്യത മുൻപത്തേക്കാൾ. ഇപ്പൊ ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 1-2 മാർക്കിന്റെ വേരിയേഷൻ വരാം. എങ്കിലും ആവറേജ് ഒരു 95 to 97 ആയിരിക്കും ജനറൽ കട്ട് ഓഫ് വരിക. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS ഉണ്ട് ഇപ്പൊ ജനറൽ തന്നെ, അവരുടെ കട്ട് ഓഫ് ഒരു 88 ആയിട്ട്. എക്കണോമിക് വീക്കർ സെക്ഷനിൽ ആരാണ് വരുന്നത്? 2 ലക്ഷം വരുമാനം അനുവലി കുറവ്, 1850 സ്ക്വയർ ഫീറ്റിലൊക്കെ താഴെ വീടുള്ളവര്, ഇവരൊക്കെയാണ് എക്കണോമിക് വീക്കർ സെക്ഷനിൽ വരിക ജനറലിൽ തന്നെ. അപ്പൊ അവർക്കൊരു കട്ട് ഓഫ് ഒരു 88 ഒക്കെ ആയിട്ട് കുറയാം. OBC കട്ട് ഓഫ് 92 ആണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, OBCയുടെ കട്ട് ഓഫ്. അതുപോലെ തന്നെ SC കട്ട് ഓഫ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത് 80 ആണ്. ST 75 to 77 ഇതാണ് ഒരു പ്രഡിക്ഷൻ. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 150 ആണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. 242 339. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 3-ലേക്ക് വരുന്ന കേൾവിശക്തി ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് കട്ട് ഓഫ് വളരെ കുറവാണ്. 5 എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 60 ആണ്. അപ്പൊ പേടിക്കണ്ട, എന്താണെങ്കിലും നിങ്ങൾ മെയിൻ്റെ പ്രിപ്പറേഷൻ തീവ്രമാക്കുക. നിങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. റിസൾട്ട് എന്തും ആവട്ടെ,
നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കീ ചിലപ്പോൾ അതേപടി ആയിരിക്കണമെന്നില്ല. UPSCയുടെ കീ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യണം. ഞാൻ ആദ്യം പണ്ട് പ്രിലിം എഴുതാൻ പോകുമ്പോൾ ഞാൻ ക്രാക്ക് ചെയ്ത് ഞാൻ ഇന്റർവ്യൂ വരെ എത്തിയ പ്രിലിമിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രിലിം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഞാൻ പാസ്സാവില്ല എന്ന് വിചാരിച്ച പ്രിലിമാണ്, പക്ഷെ അത് പാസ്സായി. അപ്പൊ അതൊക്കെ അങ്ങനെ കിടക്കും. നിങ്ങൾ മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങും. മെയിൻ അധികം സമയമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഓപ്ഷണൽ ക്ലാസ്സസ് പെട്ടെന്ന് എടുത്ത് ഫിനിഷ് ചെയ്യുക. ചില ക്ലാസ്സസ് നിങ്ങൾക്ക് മോഡ്യൂൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അബ്സല്യൂട്ടില് മലയാളം ഓപ്ഷണൽ പുതിയ ബാച്ച് ഒക്ടോബർ 15 ആരംഭിക്കുന്നുണ്ട്. അതുപോലെ എത്തിക്സ് GS 4 നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മോഡ്യൂൾ പേപ്പറാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ തന്നെയാണ് ആ ക്ലാസ് എടുക്കുന്നത്. ഒക്ടോബർ 10 തുടങ്ങും. കമ്പൽസറി മലയാളം റീജിയണൽ ലാംഗ്വേജ് പേപ്പർ ഒത്തിരി പേർക്ക് പ്രയാസമുള്ള ഒരു പേപ്പറാണ്. ഒരു വർഷം 1500 പേര് റീജിയണൽ ലാംഗ്വേജിന് ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പൊ അതിന് തമാശയായിട്ട് എടുക്കരുത്. അതിനൊരു കോച്ചിങ് ആരംഭിക്കുന്നു. അതും ഒക്ടോബർ 10 കൂടി തന്നെ തുടങ്ങും. മലയാളം ടെസ്റ്റ് സീരീസും പേപ്പർ ഇവാലുവേഷനും പേഴ്സണൽ ഇവാലുവേഷൻ ഞാൻ തന്നെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഓപ്ഷണലിൽ എപ്പോഴും ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് ആവുന്ന അബ്സല്യൂട്ടിലെ വിദ്യാർത്ഥികളാണ്. അപ്പം ആ ക്ലാസ്സും ടെസ്റ്റ് സീരീസ്, മലയാളത്തിന്റെ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നു. കൂടാതെ മെയിൻ്റെ ജനറൽ സ്റ്റഡീസ് 4 പേപ്പർ, essay പേപ്പർ, ഇതെല്ലാം ചേർത്തിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസ് മെയിൻ ടെസ്റ്റ് സീരീസ് അബ്സല്യൂട്ടിൽ ആരംഭിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടീമാണ് അബ്സല്യൂട്ടിന് പിന്നിൽ ഉള്ളത്, റിസർച്ചിലുള്ളത്. അപ്പോൾ അവര് നയിക്കും. മെന്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് സജഷൻസ് തരും. നമ്മളെടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമ്മളുടെ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. 9447259402 എന്ന നമ്പറിൽ വിളിച്ചാൽ ഓഫീസിൽ കിട്ടും. ഓഫീസ് ടൈമിൽ വിളിക്കുക. 10 to 5 വിളിച്ച് ടെസ്റ്റ് സീരീസിന്റെ വിശദ വിവരങ്ങൾ നാളെ തന്നെ വാങ്ങിക്കുക. മലയാളം ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് പങ്കെടുക്കണേ, അതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ വർഷത്തെ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പറയുന്ന സ്ട്രാറ്റജി പോകുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വിജയിക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്നത് നിങ്ങൾക്കറിയാം, പ്രിലിമിന്റെ ടെസ്റ്റ് സീരീസ് മറ്റ് അക്കാഡമികളൊക്കെ വാങ്ങിച്ചതിന്റെ പകുതി പൈസ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് നമ്മുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. അബ്സല്യൂട്ട് കേരളത്തിലെ നമ്പർ 1 IAS അക്കാഡമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 IAS അക്കാഡമിയായിട്ട് അബ്സല്യൂട്ടിനെ മാറ്റുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലാണ് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നത്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും മികച്ച അധ്യാപകർ, IAS IPS കിട്ടിയ അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. ഇന്റർവ്യൂ വരെ എത്തിയ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും, ലൈബ്രറിയും എല്ലാ സൗകര്യങ്ങളും അബ്സല്യൂട്ട് ലഭ്യമാണ്. യൂസ് ഇറ്റ്. ഈ ഒരു വലിയ വിഷന്റെ ഭാഗമാവുക. പുതിയ ബാച്ച് അബ്സല്യൂട്ടിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. 2021 പരീക്ഷ എഴുതുകയാണ്. ലാസ്റ്റ് ചാൻസ് ആണ്. കാരണം അടുത്ത നമ്മുടെ ബാച്ച് ഡിസംബറിലാണ്. ഡിസംബർ ബാച്ച് ഒരിക്കലും നിങ്ങളുടെ എക്സാമിന് മുമ്പ് തീരത്തില്ല. സോ ഈ ബാച്ചിൽ ഇപ്പൊ തുടങ്ങിയ ബാച്ചിൽ ഈ ഒരാഴ്ചക്കുള്ള അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. അബ്സല്യൂട്ടിൽ മറ്റ് അക്കാഡമികളുമായി കമ്പയർ ചെയ്യുമ്പോൾ 40% ഫീസ് കുറവാണ്. ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. വീട്ടിൽ ഇരുന്ന് തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് കേൾക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് നമ്മുടെ ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാം. പേഴ്സണൽ മെന്ററിംഗ് ഉണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. വീക്ക്ലി ടെസ്റ്റ് സീരീസ് ഉണ്ട്. അങ്ങനെ ഒരാളെ സർവീസിൽ എത്തിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സോ ഒരിക്കൽ കൂടി അബ്സല്യൂട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വലിയ സന്തോഷം. നിങ്ങൾ വലിയൊരു ലക്ഷ്യത്തിനോട് അടുത്തിരിക്കുകയാണ്. ഇനി സപ്പോസ് എങ്ങാനും പ്രിലിം തോറ്റുപോയാൽ ഇത് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. അതൊക്കെ അങ്ങനെ കിടക്കും. വീണ്ടും ട്രൈ ചെയ്യും. ഇത്തവണ നമ്മുടെ ഫാക്കൽറ്റി ആയിരുന്ന അമ്മു ജയരാജ് മാഡം ലാസ്റ്റ് ചാൻസിലാണ് സർവീസ് കയറിയത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ടോ, നിങ്ങൾ ട്രൈ ചെയ്യുക. ഡിപ്രഷനിലേക്ക് പോകരുത്, വിഷമം തോന്നരുത്. ഇത്രയും പഠിക്കാൻ പറ്റിയില്ല, ഇതൊക്കെ വലിയ കാര്യമാണ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട്, ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും. എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു. മെയിനിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. മെയിനിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. മലയാളം ഓപ്ഷണലിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം, ഞാൻ പറയുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ മിനിമം 300 മാർക്ക് വാങ്ങിച്ചു. അപ്പൊ എല്ലാവരും